മാർക്കറ്റിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ബ്രോഡായിട്ട് നമ്മൾ ഓൺ ദി ബേസ് ഓഫ് ഏരിയാസിൻ്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യും. ദെൻ ഓൺ ദി ബേസ് ഓഫ് ടൈം, ദെൻ ഓൺ ദി ബേസ് ഓഫ് ട്രാൻസാക്ഷൻസ്, ദെൻ ഓൺ ദി ബേസ് ഓഫ് റെഗുലേഷൻസ്, ദെൻ ഓൺ ദി ബേസ് ഓഫ് വോളിയൂം ഓഫ് ട്രാൻസാക്ഷൻസ്, ദെൻ ഓൺ ദി ബേസ് ഓഫ് ഗുഡ്സ്, then on the basis of nature of competition, then on the basis of supply, demand and supply conditions. Okay, ഇപ്പൊ ഇത്രയും ക്രൈറ്റീരിയസ് മെയിൻ ക്ലാസിഫിക്കേഷൻസ് ആണ് ഉള്ളത് മാർക്കറ്റിംഗിന്റെ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഓൺ ദി ബേസ് ഓഫ് ഏരിയാസിൽ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും മാർക്കറ്റിനെ: ലോക്കൽ മാർക്കറ്റ്, നാഷണൽ മാർക്കറ്റ്, വേൾഡ് മാർക്കറ്റ് എന്നുള്ളത്. ഓക്കെ, ഓൺ ദി ബേസ് ഓഫ് ഏരിയാസിൽ ലോക്കൽ മാർക്കറ്റ്, നാഷണൽ, വേൾഡ് മാർക്കറ്റ്. ലോക്കൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വില്ലേജിൽ അല്ലെങ്കിൽ ഏരിയാസിൽ നിന്നാണ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഈസ് കോൾഡ് ലോക്കൽ മാർക്കറ്റ് എന്നുള്ളത്. ഒരു പർട്ടിക്കുലർ വില്ലേജിൽ തന്നെ നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, ആ പർട്ടിക്കുലർ വില്ലേജിൽ തന്നെ സെല് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ലോക്കൽ മാർക്കറ്റ്. നാഷണൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൺട്രീസിൽ നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, ആ ഒരു കൺട്രീസിൽ തന്നെ നമ്മൾ ആ ഗുഡ്സ് സെല് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് നാഷണൽ മാർക്കറ്റ് എന്നുള്ളത്. ദെൻ വേൾഡ് മാർക്കറ്റ് ആണെങ്കിൽ വേൾഡ് ആസ് എ ഓൾ ഒരു ഗ്ലോബൽ മാർക്കറ്റ് ആണ്. ഓക്കെ, വേൾഡിൽ മൊത്തം നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, ആ വേൾഡിൽ മൊത്തം നമ്മളത് സെല് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് വേൾഡ് മാർക്കറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓൺ ദി ബേസ് ഓഫ് ഏരിയാസിൽ 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ദെൻ ഓൺ ദി ബേസ് ഓഫ് ടൈം ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഡ്യൂറേഷന്റെ ബേസിലാണ്. വെരി ഷോർട്ട് പീരീഡ് മാർക്കറ്റ്, ഷോർട്ട് പീരീഡ് മാർക്കറ്റ്, ലോങ് പീരീഡ് മാർക്കറ്റ്. വെരി ഷോർട്ട് പീരീഡ് പറഞ്ഞാൽ പെരിഷബിൾ ഗുഡ്സിന്റെ മാർക്കറ്റ് ആണ്. ദെൻ ഷോർട്ട് പീരീഡ് മാർക്കറ്റ് പറഞ്ഞാൽ മാക്സിമം 1 ഇയർ വരെ ഡ്യൂറേഷനുള്ള ഗുഡ്സിന്റെ മാർക്കറ്റ് ആണ്. ഈ പറഞ്ഞ രീതിയിലുള്ള പാക്ക്ഡ് ഫുഡ്സ് പ്രൊഡക്ട്സുകളൊക്കെ. ഓക്കെ, ദ ലോങ് പീരീഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂറബിൾ ഗുഡ്സ് ആണെങ്കിലും ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആണെങ്കിലും മെഷീൻ ടൂൾസ് ഒക്കെയാണ്. ഓക്കെ, അബോവ് 1 ഇയർ ഡ്യൂറേഷൻ കിട്ടുന്ന ഗുഡ്സിനെയാണ് നമ്മൾ ലോങ് പീരീഡ് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, ദെൻ തേർഡ് വൺ പറഞ്ഞതാണ് ഓൺ ദി ബേസ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്നുള്ളത്. ട്രാൻസാക്ഷന്റെ ബേസിൽ മാർക്കറ്റ് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: സ്പോട്ട് മാർക്കറ്റ് എന്നോ ഫ്യൂച്ചർ മാർക്കറ്റ് എന്നോ. സ്പോട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ട്രാൻസാക്ഷൻസ് ആണ് സ്പോട്ട് മാർക്കറ്റിൽ ഉണ്ടാകുക. ദെൻ ഫ്യൂച്ചർ മാർക്കറ്റ് പറഞ്ഞാൽ ദർ ഇസ് നോ ഫിസിക്കൽ ഡെലിവറി ആണ്, ഓൺലി ഫ്യൂച്ചർ കോൺട്രാക്ട് മാത്രം നടക്കുന്ന മാർക്കറ്റ് ആണ് ദി ഫ്യൂച്ചർ മാർക്കറ്റ് എന്നുള്ളത്. ഇമ്മീഡിയറ്റ് ഡെലിവറി ഉണ്ടാവില്ല, ഫ്യൂച്ചറിൽ മാത്രം എന്ത് ചെയ്യാൻ ഗുഡ്സ് ഫിസിക്കൽ ഡെലിവറി ഉണ്ടാവുള്ളൂ. ഈ ഒരു മാർക്കറ്റ് ആണ് ദി ഫ്യൂച്ചർ മാർക്കറ്റ് എന്നുള്ളത്. ദെൻ ഓൺ ദി ബേസ് ഓഫ് റെഗുലേഷൻസ് നമ്മൾ രണ്ടായിട്ടാണ് മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്തത്: റെഗുലേറ്റഡ് മാർക്കറ്റും അൺറെഗുലേറ്റഡ് മാർക്കറ്റും. റെഗുലേറ്റഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻസ് തന്നെ റെഗുലേറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്ന മാർക്കറ്റിനെ നമ്മൾ റെഗുലേറ്റഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റ് എന്നാണ് സെബി ആണ് എന്ത് ഓർഗനൈസ് ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും. ദെൻ പിന്നെ പറഞ്ഞാണ് അൺറെഗുലേറ്റഡ് മാർക്കറ്റ് എന്ന്. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻസ് ഓർ കൺട്രോൾ ആണ്, യാതൊരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും കൺട്രോളും ഇല്ലാത്ത മാർക്കറ്റ് ആണ് റെഗുലേറ്റഡ് മാർക്കറ്റ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് വോളിയൂം ഓഫ് ട്രാൻസാക്ഷൻസ്. നമ്മൾ ഗുഡ്സിന്റെ വോളിയത്തിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ്. ഇത് നമ്മൾക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഹോൾസെയിൽ മാർക്കറ്റ് എന്നും റീറ്റെയിൽ മാർക്കറ്റ് എന്നും. ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് ബൈ ആൻഡ് സോൾഡ് ആണ് ഹോൾസെയിൽ മാർക്കറ്റിൽ. ഓക്കെ, ഹോൾസെയിൽ മാർക്കറ്റിൽ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് ആണ്. ദ റീറ്റെയിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്മാൾ ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, സ്മാൾ ക്വാണ്ടിറ്റീസിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കോൾഡ് റീറ്റെയിൽ മാർക്കറ്റ് എന്നുള്ളത്. ദെൻ ഓൺ ദി ബേസ് ഓഫ് ഗുഡ്സിനെ നമ്മൾ രണ്ടായിട്ട് വീണ്ടും ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യും: കമ്മോഡിറ്റി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഗുഡ്സ് സോൾട്ട് സെല് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. വലിയൊരു മെസ്സേജ് വന്നാണ്, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല, അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറയാത്തൊരു ഹെഡിങ് ആണ്, ബാക്കിയുള്ളതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്ത് ഷോർട്ടായിട്ട് പറയാം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു ഹെഡിങ് ആയതുകൊണ്ട് ഇതൊന്ന് കേൾക്കുക, അതിൻ്റെ ഹെഡിങ് മനസ്സിലാക്കി ഹെഡിങ് പഠിച്ചാൽ ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, കാരണം ഈ ഒരു പുതിയ സിലബസിലുള്ള ഇതില്ലാത്ത അതിന് മുന്നുള്ള എല്ലാ സിലബസും ഈ ഒരു ഹെഡിങ് കവർ ചെയ്താണ്. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ആഡ് ചെയ്യാണ്. ഓക്കെ, എന്തായാലും ശ്രദ്ധിക്കുക, അതിന്റെ വീഡിയോസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. റെക്കോർഡർ വീഡിയോസ് ഒന്നും കൂടെ കേട്ടിരുന്നാൽ മനസ്സിലാവും. ഓക്കെ, ദെൻ ഓൺ ദി ബേസ് ഓഫ് ഗുഡ്സ് നമ്മൾ പറയുന്നത് കമ്മോഡിറ്റി മാർക്കറ്റ് ആണ്. കമ്മോഡിറ്റി മാർക്കറ്റിനെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: പ്രൊഡ്യൂസ് എക്സ്ചേഞ്ച്, മാനുഫാക്ചർഡ് ഗുഡ്സ്, ബുള്ളിയൻ മാർക്കറ്റ് എന്നുള്ളത്. പ്രൊഡ്യൂസ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ഗുഡ്സ് സെല് ചെയ്യാനും ബൈ ചെയ്യാനുള്ളതാണ് പ്രൊഡ്യൂസ് എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നുള്ളത്. ദെൻ മാനുഫാക്ചർഡ് ഗുഡ്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചർ ഗുഡ്സ് ബൈ ചെയ്യാനും സെല് ചെയ്യാനുള്ള മാർക്കറ്റ് ആണ് മാനുഫാക്ചർഡ് ഗുഡ്സ്. ദെൻ ബുള്ളിയൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രീഷ്യസ് മെറ്റൽസ്, അതായത് ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, അത് ബൈ ചെയ്യാനും സെല് ചെയ്യുന്ന മാർക്കറ്റ് ആണ് ബുള്ളിയൻ മാർക്കറ്റ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളത്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബിസിനസിന്റെ അല്ലെങ്കിൽ
ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യാനുള്ള മാർക്കറ്റാണ് ഇത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളത്. അതിൽ ഫസ്റ്റാണ് നമ്മൾ പറഞ്ഞു മണി മാർക്കറ്റ് എന്നുള്ളത്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മണി ലെൻഡ് ചെയ്യാനും ബോറോ ചെയ്യാനും യൂസ് ചെയ്യുന്ന മാർക്കറ്റാണ് ഇത് മണി മാർക്കറ്റ് എന്നുള്ളത്. ദെൻ ഫോറിൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫോറിൻ കറൻസി ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ഇത് ഫോറിൻ മാർക്കറ്റ് എന്നുള്ളത്. ദെൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ കമ്പനീസിന്റെ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ് ഇത് ബൈ ചെയ്യാനും സെല് ചെയ്യാനും യൂസ് ചെയ്യുന്ന മാർക്കറ്റാണ് ഇത് സ്റ്റോക്ക് മാർക്കറ്റ് ഓർ എക്സ്ചേഞ്ച് എന്നുള്ളത്. ദെൻ ഓൺ ദി ബേസ് ഓഫ് നാച്ചർ ഓഫ് കോമ്പറ്റീഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പെർഫെക്റ്റ് മാർക്കറ്റും ഇൻപെർഫെക്റ്റ് മാർക്കറ്റും. പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻസിന്റെ കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്ന മാർക്കറ്റാണ് ഇത് പെർഫെക്റ്റ് മാർക്കറ്റ്. അതല്ലാത്ത മാർക്കറ്റ് നമ്മൾക്ക് ഇൻപെർഫെക്റ്റ് മാർക്കറ്റും എന്നും പറയാൻ പറ്റും. The last one, the base of demand and supply. Demand സപ്ലൈന്റെ ബേസിൽ നമ്മൾ മാർക്കറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, സെല്ലർ മാർക്കറ്റ്, ബയ്യർ മാർക്കറ്റ് എന്നുള്ളത്. സെല്ലർ മാർക്കറ്റിലാണെങ്കിൽ ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ സപ്ലൈ ആണെങ്കിൽ ഇസ് കോൾഡ് സെല്ലർ മാർക്കറ്റ്. ദെൻ ബയ്യർ മാർക്കറ്റിലാണെങ്കിൽ സപ്ലൈ ഇസ് ഗ്രേറ്റർ ദാൻ ഡിമാൻഡ് ആണ്. ഓക്കെ, സപ്ലൈ ആണ് കൂടുതലാണെങ്കിൽ അതിന് നമുക്ക് ബയ്യർ മാർക്കറ്റ് എന്നും, ഡിമാൻഡ് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ സെല്ലർ മാർക്കറ്റും എന്നും പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് മാർക്കറ്റിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്നുള്ളത്. ഹെഡിങ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, കണ്ടന്റ് ആ ഒരു മീനിങ് വേർഡിൽ തന്നെ ഉണ്ട്. ഓക്കെ, അതിന്റെ മീനിങ് എന്നുള്ളത്. ഇത്രയാണ് മാർക്കറ്റിന്റെ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞേ. ഇതാ നോക്കുക, ഒന്ന് ഫാസ്റ്റ് ആക്കുന്നുണ്ട്. നിങ്ങൾ ഡൗട്ട്സ് ഉള്ളത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യട്ടോ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞു പോവാണ്. ദെൻ മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗിന്റെ മീനിങ്ങും ഡെഫിനിഷൻസും അറിയാലോ. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്രൈസ് ഓഫ് ആൾ ആക്ടിവിറ്റീസ് പെർഫോംഡ് ബൈ എ ഫേംസ് ടു ഡയറക്റ്റ് ആൻഡ് ഫെസിലിറ്റേറ്റ് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം പ്രൊഡ്യൂസർ ടു ബയ്യർ. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ആക്ടിവിറ്റീസും ഇൻക്ലൂഡ് ആവും. ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്തത് മുതൽ ബയ്യേഴ്സിന്റെ അടുത്തേക്ക് അത് റീച്ച് ചെയ്യണത് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഒന്നാണ് ഈ ഒരു മാർക്കറ്റിംഗിൽ ഇൻക്ലൂഡ് ചെയ്യും. അതുകൊണ്ടാണ് കംപ്രൈസ് ഓഫ് ഓൾ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞത്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് മാനുഫാക്ചറിന്റെ അടുത്ത് നിന്ന് സെല്ലേഴ്സ് ബയ്യേഴ്സിന്റെ അടുത്ത് റീച്ച് ചെയ്യുന്ന വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഒന്നാണ് ഈ ഒരു മാർക്കറ്റിംഗിന്റെ അണ്ടറിൽ വരും. പിന്നെ ഇതിന് രണ്ട് ഡെഫിനിഷൻസ് ആണ് പറഞ്ഞത്. ഒന്ന് എനീസിന്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞ്, ഫിലിപ്പ് കോട്ട്ലർ ഒരു ഡെഫിനിഷനും. ഇതിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ കാണുന്ന പഠിക്കണം കേട്ടോ. ഡെഫിനിഷൻ ചിലപ്പം ചോദിക്കാം, ഡെഫിനിഷൻസ് ഓഫ് മാർക്കറ്റിംഗ് എന്നുള്ളത്. അപ്പൊ എനീസിന്റെ ഡെഫിനിഷൻ പറയുന്നത് അത്രേ ഉള്ളൂ. മാർക്കറ്റിംഗ് encompass exchange activities conducted by individuals and organizations for the purpose of satisfying human wants. Okay. എനീസിന്റെ ഡെഫിനിഷൻ പറഞ്ഞത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു എക്സ്ചേഞ്ച് ആക്ടിവിറ്റീസ് ആണ്. ഇൻഡിവിജ്വൽസും ഓർഗനൈസേഷൻസും അവരെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു എക്സ്ചേഞ്ച് ആക്ടിവിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റിംഗ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇറ്റ്സ് കോൾഡ് മാർക്കറ്റിംഗ് ആണ്. ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് അവരെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള എക്സ്ചേഞ്ചിങ് ആക്ടിവിറ്റീസിനാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ഫിലിപ്പ് കോട്ട്ലർ വേറെ ഡെഫിനിഷൻസ് ഉണ്ട്. Marketing is social and managerial process by which individual and groups obtain what their needs and wants through creating, exchanging products and value with others. Okay, അപ്പോൾ അതാണ് ഫിലിപ്പ് കോട്ട്ലർ ഡെഫിനിഷൻസ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം ഡിസ്കസ് ചെയ്താൽ മതി എന്നുള്ളതാണ് ബാക്കിയുള്ളവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻസിൽ മാർക്കറ്റിംഗിൻ്റെ ഈ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻസ് ഒന്ന് പഠിക്കണം കേട്ടോ. ദെൻ പിന്നെ പറയുന്നതാണ് പ്രൊഡക്റ്റ് ഓറിയന്റഡ് ഡെഫിനിഷൻസ്. നിങ്ങൾ വായിച്ചാൽ മതി, മനസ്സിലാവും. വേറെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പ്രൊഡക്റ്റ് ഓറിയന്റഡ് ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിന് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് പറയുന്ന ഡെഫിനിഷൻസ് ആണ് പ്രൊഡക്റ്റ് ഓറിയന്റഡ് ഡെഫിനിഷൻ എന്നുള്ളത്. നമ്മൾ കസ്റ്റമേഴ്സിന് നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അത് സെല് ചെയ്യാന്ന് പറയുന്നതാണ്. ദെൻ കസ്റ്റമർ ഓറിയന്റഡ് ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിംഗിന്റെ മെയിൻ എയിം ഓർ ഒബ്ജക്റ്റീവ്സ്. ഇതിൽ പറയുന്ന ഡെഫിനിഷൻസ് ആണ് കസ്റ്റമർ ഓറിയന്റഡ് ഡെഫിനിഷൻസ് എന്നുള്ളത്. ജസ്റ്റ് കസ്റ്റമർ ആസ് എ കിങ് ആണ്. കസ്റ്റമേഴ്സിന് ഒരു കിങ് ആയിട്ട് കൺസിഡർ ചെയ്ത് അവരെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിംഗിന്റെ എയിം ഓർ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡെഫിനിഷൻ ആണ് കസ്റ്റമർ ഓറിയന്റഡ് ഡെഫിനിഷൻ. ദെൻ വാല്യൂ ഓറിയന്റഡ് ഡെഫിനിഷൻസ് ആണ്. കസ്റ്റമേഴ്സിന് മാക്സിമം വാല്യൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് വാല്യൂ ഓറിയന്റഡ് ഡെഫിനിഷനിൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, കസ്റ്റമേഴ്സ് എപ്പോഴും വാല്യൂ ആണ് നോക്കുക. വാല്യൂ എന്ന് നമ്മൾ പറഞ്ഞു യൂട്ടിലിറ്റി പെർ യൂണിറ്റ് ഓഫ് പ്രൈസ് ആണ്. ഒരു യൂണിറ്റ് ഓഫ് പ്രൈസിന് നമ്മൾക്ക് എത്രത്തോളം യൂട്ടിലിറ്റി കിട്ടുന്നുണ്ട് അതാണ് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ മാക്സിമം വാല്യൂസ് കസ്റ്റമേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് വാല്യൂ ഓറിയന്റഡ് ഡെഫിനിഷൻസിൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പിന്നെ പറഞ്ഞതാണ് മാർക്കറ്റിംഗും സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിങ്.
ഇത് പോയിന്റ് വൈസ് പറയുന്നില്ല, മൊത്തം ഒന്ന് പറഞ്ഞു പോവാണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാം, ജസ്റ്റ് എന്താണ് കസ്റ്റമേഴ്സിന്റെ നീഡ്സും വാണ്ട്സും ഐഡന്റിഫൈ ചെയ്ത് കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ട് കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആവും എന്ത് ചെയ്യുക, ഈ ഒരു മാർക്കറ്റിലെ മെയിൻ എയിം എന്നുള്ളത്. ഒരു ലോങ് ടൈം ആണ് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഓക്കെ, കാരണം മാർക്കറ്റിംഗിൽ കസ്റ്റമേഴ്സിന്റെ നീഡ്സും വാണ്ട്സും ഐഡന്റിഫൈ ചെയ്ത് അവരെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എന്താണോ പ്രൊഡ്യൂസ് ചെയ്ത് അതാണ് സെല്ല് ചെയ്യുക. അവിടെ കസ്റ്റമേഴ്സിന് നീഡ്സിനും വാണ്ട്സിനും യാതൊരു ഇമ്പോർട്ടൻറ്റും ഇല്ല. അതൊരു ഷോർട്ട് ടേം ആക്ടിവിറ്റി ആണ്. അവിടെ നിന്നാണ് മാക്സിമം പ്രോഫിറ്റ് ചെയ്യാന്നേ ഉള്ളൂ. അവിടെ സെല്ലേഴ്സിന്റെ നീഡ്സ് ആണ് നോക്കുക, എന്താണ് പ്രൊഡ്യൂസ് ചെയ്ത് അതാണ് അവിടെ സെല്ലിങ്ങിൽ സെല്ല് ചെയ്യുക. പക്ഷെ മാർക്കറ്റിംഗിൽ അങ്ങനല്ല. ഫസ്റ്റ് കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് നോക്കണം, ബയേഴ്സിന്റെ നീഡ്സ് ആണ് ഒരു ഫോക്കസ് ചെയ്യണത്. ദെൻ അത് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു കസ്റ്റമർ ഓറിയന്റഡ് ആണ്. അവിടെ എപ്പോഴും അവർ ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് മാർക്കറ്റിംഗിൽ. അതുകൊണ്ടാണ് മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യും, മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് റൺ ആക്ടിവിറ്റീസ് ആണ്. മാർക്കറ്റിംഗിൽ ടൈം, പ്ലേസ് ആൻഡ് പൊസിഷൻ യൂട്ടിലിറ്റീസ് ഒക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ് നമ്മൾ പറയല്ലോ വൈഡ് സ്കോപ്സ് ആണ്. മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും കസ്റ്റമേഴ്സിലാണ്. ഓക്കെ, സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അത്ര ഒന്നുമില്ല. സെല്ലിംഗ് എന്താണ്, പ്രൊഡക്റ്റ് ആണ് ഫോക്കസ് ചെയ്യണത്. അതുപോലെ തന്നെ സെല്ലേഴ്സിന്റെ നീഡ്സ് ആണ് ഈ ഒരു സെല്ലിങ്സിൽ അവർ ഫോക്കസ് ചെയ്യുന്നത്. മാക്സിമം പ്രോഫിറ്റ് ചെയ്യാന്നുള്ളതാണ് സെല്ലിംഗിന്റെ മെയിൻ എയിം എന്നുള്ളത്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. പിന്നെ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യണത് ആഫ്റ്റർ പ്രൊഡക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ സെല്ലിംഗ് ഒരു ഷോർട്ട് റൺ ആക്ടിവിറ്റീസ് ആണ്. സെല്ലിംഗിൽ പൊസിഷൻ യൂട്ടിലിറ്റീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നാരോ സ്കോപ്പ് ആണ്. ഓക്കെ, then selling starting point is product and ending with the customers ആണ്. selling സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊഡക്റ്റും എൻഡ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിലും ആണ്. ഓക്കെ, അപ്പൊ അത്രയാണ് മാർക്കറ്റിംഗും സെല്ലിംഗും തമ്മിലുള്ള ഡിഫറൻസ്. മാർക്കറ്റിംഗ് ആണെങ്കിൽ ഒരു കസ്റ്റമേഴ്സിന്റെ വ്യൂ പോയിന്റിലാണ്, സെല്ലിംഗ് ആണെങ്കിൽ അത് പ്രൊഡ്യൂസേഴ്സിന്റെ വ്യൂ പോയിന്റിലാണ്. ഓക്കെ, പിന്നെ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്, ഇതും നോട്ട്സിൽ പറഞ്ഞില്ല, പക്ഷേ ഈ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോക്കുക, വായിച്ച് നോക്കുക. ഓക്കെ, മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് ഇതൊന്നും നിങ്ങളെ പുതിയ സിലബസ് ആത്തതാണ്, ഒന്ന് വായിക്കാൻ വേണ്ടി ആഡ് ചെയ്തതാണ്. മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ബ്രോഡായിട്ട് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് എക്സ്ചേഞ്ച് ഫങ്ഷൻസ്, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻസ്, ഫെസിലിറ്റേറ്റ് ഫങ്ഷൻസ് എന്നാണ്. അപ്പൊ എക്സ്ചേഞ്ച് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗിലെ നമ്മൾ എന്താണ് എക്സ്ചേഞ്ചിങ് ഫങ്ഷൻസ് ആണ്. എക്സ്ചേഞ്ച് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ബൈ ചെയ്യുക, അസംബ്ലി ചെയ്യുക, സെല് ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് എക്സ്ചേഞ്ച് ഫങ്ഷൻസ്. എക്സ്ചേഞ്ച് ഫങ്ഷൻസ് നമ്മൾക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഗുഡ്സ് ആൻഡ് സർവീസ് ബൈ ചെയ്യുക, ദാറ്റ്സ് കോൾഡ് ബൈയിങ്, അസംബ്ലിങ്, സെല്ലിങ്. ഓക്കെ, ഈ മൂന്നാണ് എക്സ്ചേഞ്ച് ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഒന്ന് ഫസ്റ്റ് എന്ത് ചെയ്യണം, ഗുഡ്സ് ആൻഡ് സർവീസ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ബൈ ചെയ്യണം. കാരണം ഗുഡ്സ് ആൻഡ് സർവീസ് നമ്മൾ സെല് ചെയ്ത് അത് കൺസ്യൂമേഴ്സിന്റെ അടുത്ത് എത്തിക്കുന്നതാണല്ലോ മാർക്കറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എക്സ്ചേഞ്ച് ഫങ്ഷൻസ് ആണ് വരിക. അതിൽ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ്, റോ മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യും. ദ സെക്കൻഡ് ഫംഗ്ഷൻ വരുന്ന അസംബ്ലിംഗ് ആണ്. ആ പർച്ചേസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസ് ഒക്കെ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് അസംബിൾ ചെയ്യാണ്, കളക്ട് ചെയ്യാണ്. അങ്ങോട്ട് ഒരു സെയിം പ്ലേസിൽ വെച്ചിട്ട് ആ ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് നമ്മൾ അസംബിൾ ചെയ്യും. ദെൻ തേർഡ് ഫംഗ്ഷൻ ആണ് ഇത് സെൽ എന്നുള്ളത്. ട്രാൻസ്ഫറിങ് ആണ്. ആ ഗുഡ്സിന്റെ ഓണർഷിപ്പ് പ്രൊഡ്യൂസറിന്റെ അടുത്ത് നിന്ന് കൺസ്യൂമേഴ്സിന്റെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണ ഒരു പ്രോസസ് ആണ് ഇത് സെല്ലിംഗ് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ മാർക്കറ്റിംഗിൽ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ്ചേഞ്ച് ഫംഗ്ഷൻസ് ആണ്. റോ മെറ്റീരിയൽസും ഗുഡ്സും സർവീസും ബൈ ചെയ്യുക. ദ സെക്കൻഡ് വരുന്നത് അസംബ്ലിംഗ് ആണ്, കോൺസെൻട്രേറ്റിംഗ് ആണ്. ആ പർച്ചേസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസ് നമ്മൾ എന്ത് അസംബിൾ ചെയ്യുന്നതാണ് സെക്കൻഡ് ഫംഗ്ഷൻ. തേർഡ് വരുന്നത് സെല്ലിംഗ് ഫംഗ്ഷനും. ദെൻ സെക്കൻഡ് മെയിൻ ഫംഗ്ഷൻ ആണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നുള്ളത്. ഓക്കെ, മൂവിങ് ഓഫ് പ്രോഡക്ട്സ് ആണ്. പ്രൊഡക്ഷൻ ലൊക്കേഷൻ ടു ദി പർച്ചേസിന്റെ അടുത്തേക്ക് വരെയുള്ള ഒരു മൂവിങ്സിനാണ് നമ്മൾ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. അപ്പോൾ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ ഫസ്റ്റ് വൺ ആണ് ട്രാൻസ്പോർട്ടിങ്, ദെൻ സ്റ്റോറിങ് ആൻഡ് വെയർ ഹൗസിങ്, ദെൻ പാക്കിങ്. ഓക്കെ, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ ഫസ്റ്റ് വൺ ട്രാൻസ്പോർട്ടിങ്. ട്രാൻസ്പോർട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പ്രൊഡക്ഷൻ ലൊക്കേഷൻ ടു വെയർ ഹൗസ് വരെയുള്ള മൂവ്മെന്റ്സിനാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ ലൊക്കേഷൻ മുതൽ വെയർ ഹൗസ് വരെയുള്ള മൂവ്മെന്റ്സിന് നമുക്ക് ട്രാൻസ്പോർട്ടേഷനിൽ വരും. അത് മാർക്കറ്റിംഗിന്റെ ഫംഗ്ഷൻ ആണ്. ദ സെക്കൻഡ് ആണ് സ്റ്റോറിങ് ആൻഡ് വെയർ ഹൗസിങ് ആണ്. ആ പ്രോഡക്റ്റ് കീപ്പ് ചെയ്യാണ്, പ്രൊട്ടക്ട് ചെയ്യാണ്, വെയർ ഹൗസിങ് ആണ്. അണ്ടിൽ സെയിൽസ് നടക്കുന്നത് വരെ പ്രോഡക്ട്സ് കീപ്പ് ചെയ്യുന്ന, സ്റ്റോർ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഇത് സ്റ്റോറിങ് ആൻഡ് വെയർ ഹൗസിങ് എന്നുള്ളത്. ഇത് ലാസ്റ്റ് വരുന്ന ഫംഗ്ഷൻ ആണ് ഇത് പാക്കേജിങ് എന്നുള്ളത്. പ്രൊട്ടക്ഷൻ ഓഫ് ഗുഡ്സ് ആണ്, ഓർ ഐഡന്റിറ്റി ഫ്രം റൈവൽ ഗുഡ്സ് ആണ്. ഓക്കെ, ആ ഒരു ഗുഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് ഇത് ഒരു പാക്കേജിങ് ഫംഗ്ഷനിൽ മീൻ ചെയ്യുന്നത്. ഗുഡ്സിന് മാക്സിമം ഡാമേജസ്, ഫയറിന്, തെഫ്റ്റ് എന്നൊക്കെ എന്താണ് പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ആ ഗുഡ്സിനെ കോമ്പറ്റീറ്റീവ് പ്രോഡക്ട്സിനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഇത് പാക്കേജിങ്ങിൽ മെയിൻ ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് മെയിൻ ഫംഗ്ഷൻ ആണ് ഇത് ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷൻ. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫംഗ്ഷൻസ് ആണ്. അപ്പൊ അതിൽ ഫസ്റ്റ് പറയുന്നുണ്ട് സ്റ്റാൻഡർഡൈസിങ് ആൻഡ് ഗ്രേഡിങ്, ദെൻ ബ്രാൻഡിങ്, പ്രൈസിങ്, ഫൈനാൻസിങ്, റിസ്ക്
റിസ്ക് ടേക്കിംഗ്, പ്രൊമോഷൻ. ഓക്കെ, ഇതൊക്കെ എന്താണ് ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസിൽ വരുന്നതാണ് മാർക്കറ്റിംഗിന്റെ. അപ്പൊ സ്റ്റാൻഡേർഡൈസ് ആൻഡ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അറിയല്ലോ, ആ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്യാണ് നമ്മൾ സിമിലർ നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സിനൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് ഗുഡ്സ് ആയിട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്യുക. ദെൻ ഗ്രേഡ് ചെയ്യാണ്. ഗ്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാളിറ്റീസിനും ക്വാണ്ടിറ്റീസിനും അനുസരിച്ച് അതിനെന്ത് സോർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞത്. ദെൻ ബ്രാൻഡിങ് ആണ്. ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ ഗിവിങ് നെയിംസ് ആണ്. ഒരു നെയിംസ് പ്രൊവൈഡ് ചെയ്യാണ് ഫോർ ഐഡന്റിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ നെയിംസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്രൈസിങ് ആണ്. പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂസ് ഫിക്സ് ചെയ്യാണ്. ഒരു എക്സ്ചേഞ്ച് വാല്യൂസ് ഫിക്സ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രൈസിങ് എന്ന് പറയാം. ദെൻ ഫിനാൻസിങ് ആണ്. ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അവരെ മെമ്പേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണ ഫിനാൻസിങ് എന്ന് പറയാം. ദ റിസ്ക് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ആണ്. കസ്റ്റമേഴ്സിന് അൺസർട്ടനിറ്റി ഡീൽ ചെയ്യുന്നതിനെതിരെയാണ് നമ്മൾ റിസ്ക് ടേക്കിംഗ് എന്ന് പറയാം. ദെൻ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻസ് ആണ്. ഓക്കെ, മറ്റുള്ളവരെ കൺസ്യൂമേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനാണ് പ്രൊമോഷൻ എന്ന് പറയാം. അപ്പൊ മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് ആണ് പറഞ്ഞത്. ഫങ്ഷൻസ് നമ്മൾ ബ്രോഡായിട്ട് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. എക്സ്ചേഞ്ച് ഫങ്ഷൻസ്, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ, ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസ് എന്ന്. എക്സ്ചേഞ്ച് ഫങ്ഷൻസിനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ബൈയിങ്, അസംബ്ലിങ്, സെല്ലിങ്. ദെൻ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻസിനെ വീണ്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ട്രാൻസ്പോർട്ടിങ്, സ്റ്റോറിങ് ആൻഡ് വെയർഹൗസിങ്, പാക്കേജിംഗ് എന്നുള്ളത്. ദെൻ ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസിൽ പറഞ്ഞാൽ ബാക്കി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസും ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസ് ആണ്. സ്റ്റാൻഡേർഡൈസിങ് ആൻഡ് ഗ്രേഡിങ്, ബ്രാൻഡിങ്, പ്രൈസിങ്, ഫിനാൻസിങ്, റിസ്ക് ടേക്കിംഗ്, പ്രൊമോഷൻസ്. ഓക്കെ, അപ്പൊ അത്രയാണ് ഇത് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇത് മുമ്പ് ടെസ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരുന്നതാണ്. പക്ഷേ സിലബസ് റിവിഷൻ വന്നപ്പോൾ പുതിയ ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതാണ് കേട്ടോ. പക്ഷെ ഇത് മനസ്സിലാക്കണം, ചിലപ്പോൾ ഇതൊന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഇപ്പൊ ഫങ്ഷൻസ് ഫസ്റ്റ് നമ്മളെന്താണ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണതാണ് എക്സ്ചേഞ്ച് ഫംഗ്ഷനിൽ പറഞ്ഞത്. ദെൻ അത് ട്രാൻസ്ഫർ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസിൽ പറഞ്ഞു. ദെൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസിലാണ് ഫെസിലിറ്റേറ്റ് ഫംഗ്ഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ദെൻ ഏരിയാസ് ഓഫ് അപ്ലിക്കബിലിറ്റി ഓഫ് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഏരിയാസ് ആണ്. ഓക്കെ, മാർക്കറ്റിംഗിൽ ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഓർ ഗുഡ്സ് എന്നുള്ളതിൽ മെയിൻ ചെയ്യുന്ന ഏരിയാസ് ആണ്. ഇപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാവും, ഇവന്റ്സ് ഉണ്ടാവും. ഓക്കെ, പല ഗുഡ്സ് നമ്മൾ എന്താണ് മാർക്കറ്റിംഗിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഒരു ഗുഡ്സിന് വേണ്ടി നമ്മൾ മാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യുക. ചില സർവീസിലോ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുക. ടൂർസ് ആൻഡ് ട്രാവൽസ്, അതുപോലെ തന്നെ ഹോട്ടൽ സർവീസ്, ദെൻ ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് സർവീസ് എന്നൊക്കെ. ദെൻ പല ഇവന്റ്സ്. ഓക്കെ, ഒളിമ്പിക്സ് അല്ലെങ്കിൽ ഈ രീതിയിൽ ഫൈൻ ആർട്സ്, ദെൻ ഇതുപോലുള്ള ഇവന്റ്സ്, സ്പോർട്സ് ഇവന്റ്സ്, ആ ഒരു ഇവന്റ്സിന് നമ്മൾ മാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ദെൻ എക്സ്പീരിയൻസസ്. ഓക്കെ, ഇപ്പം ട്രാവലിംഗ് എന്നുള്ളതാണ് എക്സ്പീരിയൻസ് ആണ്. ആ ഒരു എക്സ്പീരിയൻസിന് നമ്മൾ എന്താണ് മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്. ദെൻ പേഴ്സൺസ്. ഓക്കെ, ഫേമസ് ആക്ടേഴ്സ്, ഇപ്പം മോഹൻലാൽ, മമ്മൂട്ടി, ഈ ആക്ടേഴ്സിന് അല്ലെ ബോബി ചമ്മണ്ണൂർ, ഈ ഒരു പേഴ്സൺസ് നമ്മൾ എന്താണ് മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ പ്ലേസസ് ആണ്. പ്ലേസസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വയനാട്, കോവളം, കേരളം, ഈ ഓരോ പ്ലേസസിൽ നമ്മൾ എന്താണ് മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്. അല്ലെ ദുബായ്, ഇവരൊക്കെ എന്താണ് ഈ ഒരു പ്ലേസിനാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പ്രോപ്പർട്ടീസ് ആണ്. പല പ്രോപ്പർട്ടീസ്, ദെൻ ഓർഗനൈസേഷൻസ്, ദെൻ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ബുക്സ്, നോളജ്, ഈ രീതിയിലുള്ള ഇൻഫർമേഷൻസ്. ദെൻ ഐഡിയാസ്. ഓക്കെ, സ്റ്റാർട്ടിങ് ഐഡിയാസ്. ഇപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന ഏരിയാസ് ഓഫ് അപ്ലിക്കബിലിറ്റി ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിൽ അപ്ലൈ ചെയ്യുന്ന ഏരിയാസ് എന്നുള്ളത്. ഓക്കെ, ലിസൺ. ദെൻ നെക്സ്റ്റ് വൺ ആണ് വാല്യൂസ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. വാല്യൂ ഓഫ് മാർക്കറ്റിംഗ് നോക്കുക, ഡിഫറെന്റ് വാല്യൂസ് ഉണ്ട് മാർക്കറ്റിംഗില്. നോക്കുക, ഫസ്റ്റ് വൺ ആണ് ഫങ്ഷണൽ വാല്യൂ എന്നുള്ളത്. ഞാനിത് വായിച്ച് അർത്ഥം വെക്കുന്നില്ല, അതിന്റെ മീനിങ് മാത്രം ഇങ്ങനെ പറഞ്ഞു പോവാം. ഓക്കെ, അത്ര പോരെ, നിങ്ങൾ അതിന്റെ കൂടെ നോക്കട്ടോ. ഫങ്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ മോഡേൺ മാർക്കറ്റിംഗിൽ കമ്പനീസും ഓർഗനൈസേഷൻസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നത് വാല്യൂ ക്രിയേഷനിലാണ്. കസ്റ്റമേഴ്സിന് മാക്സിമം വാല്യൂ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇത് മോഡേൺ മാർക്കറ്റിംഗിന്റെ മെയിൻ എയിം എന്നുള്ളത്. വാല്യൂ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്.
അപ്പൊ അങ്ങനെ വാല്യൂസിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഒന്നാണ് ഫങ്ഷണൽ വാല്യൂസ് എന്നുള്ളത്. ഫങ്ഷണൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഫിസിക്കൽ പെർഫോമൻസ് ആണ്. ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഫിസിക്കൽ പെർഫോമൻസ്, അതിന്റെ ആട്രിബ്യൂട്ട്സ്, അതിന്റെ റിലയബിലിറ്റി, അതിന്റെ ഡ്യൂറബിലിറ്റി, അതിന്റെ പ്രൈസ്, ഈ കാര്യങ്ങളൊക്കെ മാക്സിമൈസ് ചെയ്ത് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഫങ്ഷണൽ വാല്യൂസ് എന്നുള്ളത്. ഇപ്പൊ പല പ്രോഡക്ട്സ് എന്താണ് ഫങ്ഷണൽ വാല്യൂസിലാവും ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്ട്സിൽ മാക്സിമം ഫങ്ഷണൽ വാല്യൂസ് ആകുമ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുക. അതിന്റെ ആട്രിബ്യൂട്ട്സ്, അതിന്റെ റിലയബിലിറ്റി, ഡ്യൂറബിലിറ്റി, പ്രൈസ്, ഓക്കെ, ഈ രീതിയിലും പല പ്രോഡക്ട്സും ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് വാല്യൂ ക്ലാസിഫിക്കേഷൻസ് ആണ് ഫങ്ഷണൽ വാല്യൂ എന്നുള്ളത്. ദെൻ സെക്കൻഡ് എന്നുള്ളത് സോഷ്യൽ വാല്യൂസ് ആണ്. സോഷ്യൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ നമ്മളെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസിനാണ് നമ്മൾ സോഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഗിഫ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഫങ്ഷണൽ വാല്യൂസിനാണ് നമ്മൾ മൊബൈൽ ഫോൺസ് ഒക്കെ, മൊബൈൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഫങ്ഷണൽ വാല്യൂസ് ആണ്. നമ്മൾ അതിന്റെ ആട്രിബ്യൂട്ട്സും ഫീച്ചേഴ്സ് ഒക്കെയാണ് നമ്മൾ നോക്കുക. പക്ഷെ സോഷ്യൽ വാല്യൂസിലാണെങ്കിൽ ആ സോഷ്യൽ വാല്യൂസ് എന്ന് പറയുക ചില ഗിഫ്റ്റുകൾ എന്നൊരു അസോസിയേറ്റ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ആ ഒരു ഗിഫ്റ്റുകളൊക്കെ സഹായിക്കും. അപ്പൊ ആ രീതിയിലുള്ള പ്രൊഡക്ട്സുകളൊക്കെയാണ് സോഷ്യൽ വാല്യൂസിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇത് തേർഡ് വൺ ഇമോഷണൽ വാല്യൂസ് ആണ്. ഓക്കെ, ഒരു പ്രൊഡക്ട്സിന്റെ ഒരു ഇമോഷണൽ ഫീലിങ്സ്, ആ ഒരു ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യാനോ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് ഇമോഷണൽ വാല്യൂസ് എന്ന് പറയുന്നത്. കപ്പാസിറ്റി ഓഫ് എ പ്രൊഡക്റ്റ് ആണ് സ്റ്റിമുലേറ്റ് കൺസ്യൂമേഴ്സിന് ഇമോഷണൽ ഫീലിങ്സ് ആണ്. ഒരു കൺസ്യൂമേഴ്സിന്റെ ഇമോഷണൽ ഫീലിങ്സ് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആണ് ഇമോഷണൽ വാല്യൂസ് എന്നുള്ളത്. ആ പ്രൊഡക്ട്സിന് കസ്റ്റമേഴ്സിന്റെ ഇമോഷണൽ ഫീലിങ്സ് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിനെയാണ് നമ്മൾ ഇമോഷണൽ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ആണ് എപ്പിസ്റ്റമിക് വാല്യൂ എന്നുള്ളത്. എപ്പിസ്റ്റമിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ക്യൂരിയോസിറ്റീസ് ആണ്. ആ ഒരു പ്രോഡക്ട്സിന് കസ്റ്റമേഴ്സിന്റെ അടുത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ക്യൂരിയോസിറ്റീസിന്റെ ബേസിലാണ് എപ്പിസ്റ്റമിക് വാല്യൂസ് എന്ന് പറയുന്നത്. പല കാര്യങ്ങളും അറിയാനുള്ള ക്യൂരിയോസിറ്റി, അതുപോലെ കസ്റ്റമേഴ്സിന് ഒരു നോവൽറ്റി, ഒരു മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രോഡക്റ്റിന്റെ സ്കിൽസിനാണ് നമ്മൾ എപ്പിസ്റ്റമിക് വാല്യൂ എന്ന് പറയുന്നത്. ചില പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് ചെറിയൊരു ഇൻഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്യൂരിയസ് ആവും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനോ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനോ. ഇപ്പൊ iPhone 12 അല്ലെ iPhone 13 നെക്സ്റ്റ് സെപ്റ്റംബറിൽ റിലീസ് ആവുന്നുണ്ട് എന്നുള്ള ഒരു ന്യൂസ് ഇങ്ങനെ വരികയാണ്. അപ്പൊ അതിനെ കുറിച്ച് ഭയങ്കര ക്യൂരിയസ് ആവും. ഇതിൽ എന്തൊക്കെയാണ് അവർ പുതിയ ടെക്നോളജീസ് ആണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ എന്തൊക്കെ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ. അതുപോലെ തന്നെ ടെസ്ലന്റെ പുതിയൊരു കാർ റിലീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനാണ് നമ്മൾ എപ്പിസ്റ്റമിക് വാല്യൂ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ആണ് കണ്ടീഷണൽ വാല്യൂസ് എന്നുള്ളത്. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു സർക്കംസ്റ്റാൻസ് ഫേസ് ചെയ്യാൻ കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇത് കണ്ടീഷണൽ വാല്യൂസ് എന്നുള്ളത്. ഒരു സ്പെസിഫിക് ക്ലൈമറ്റിൽ ഒരു ലൊക്കേഷനിൽ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് കണ്ടീഷണൽ വാല്യൂസിൽ പറയുന്നത്. ഓക്കെ, ഇപ്പൊ കണ്ടീഷണൽ വാല്യൂ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു പർട്ടിക്കുലർ സർക്കംസ്റ്റാൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ വെഡിങ് ആനിവേഴ്സറിക്ക് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ക്ലൈമറ്റിൽ. ഓക്കെ, അപ്പൊ ആ ഒരു ക്ലൈമറ്റിൽ കസ്റ്റമേഴ്സിന് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള വാല്യൂസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള വാല്യൂസ് ഓഫ് മാർക്കറ്റിംഗിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് എന്നുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫങ്ഷണൽ വാല്യൂ പറഞ്ഞു, ദെൻ സോഷ്യൽ വാല്യൂ പറഞ്ഞു, ഇമോഷണൽ വാല്യൂ, എപ്പിസ്റ്റമിക് വാല്യൂ, കണ്ടീഷണൽ വാല്യൂ. ഫങ്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ട്സിന്റെ ആട്രിബ്യൂട്ട്സിന്റെ ബേസിലാണ്. ദെൻ സോഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ആ ഒരു അസോസിയേഷൻ കീപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റിന്റെ ബേസിലാണ്. ഇമോഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഫീലിങ്സ് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. ദെൻ എപ്പിസ്റ്റമിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യൂരിയോസിറ്റി ഫോസ്റ്റർ ചെയ്യാനും ബിൽഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ്. ദെൻ കണ്ടീഷണൽ വാല്യൂ ആ സ്പെഷ്യൽ കണ്ടീഷൻസ് മീറ്റ് ചെയ്യാനുള്ള വാല്യൂസിന്റെ ബേസിലാണ്. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് പറയേണ്ട ആവശ്യമില്ലല്ലോ, വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ. ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് പറയണ്ടല്ലോ. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു കമ്പനീസ് ആണ്. നമുക്ക് അറിയുന്ന പോയിന്റ്സ് തന്നെയാണ്. കമ്പനീസിന് എന്തിനൊക്കെയാണ് ഈ ഒരു മാർക്കറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗിന്റെ അഡ്വാൻറ്റേജസ് ടു കമ്പനീസ് ആണ്. കമ്പനീസിനാണ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യേണ്ടത്, ബെറ്റർ ഡിസിഷൻ മേക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യേണ്ടത്, ഡിസ്ട്രിബ്യൂഷന് സപ്പോർട്ട് ചെയ്യേണ്ടത്, ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നു, അവരെ ചേഞ്ചിങ് എൻവയോൺമെന്റ് അഡോപ്റ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നു, കമ്പനീസിന് ഒരു ഗ്ലോബൽ പ്രസൻസ് പ്രൊവൈഡ് ചെയ്യാൻ, അതുപോലെ തന്നെ ഗുഡ് വിൽ ഏൺ ചെയ്യാനൊക്കെ മാർക്കറ്റിംഗ് കമ്പനീസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്.
ദെൻ കൺസ്യൂമേഴ്സിനാണെങ്കിൽ എന്താണ് മാർക്കറ്റിംഗിനുള്ള ഹെൽപ്സ് ഇമ്പോർട്ടൻസ് ആണ്. ബെറ്റർ ക്വാളിറ്റി പ്രോഡക്റ്റ് അവൈലബിൾ ആക്കുന്നു, വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നു, അവരെ കൺസ്യൂമേഴ്സിന് നോളജ് മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്നു, അവരെ സെലക്ഷൻ ഹെൽപ്പ് ചെയ്യാനും മാക്സിമം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ സൊസൈറ്റികൾ ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ആണ്. മാക്സിമം എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു, ദെൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുന്നു, അവരെ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ലോ കോസ്റ്റിൽ പ്രൊഡക്ട്സ് അവൈലബിൾ ആക്കുന്നു, മെയിൻ ആയിട്ടുള്ള സോഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ ലൈഫ് ഈസിയർ ആക്കാനും അവരെ സൊസൈറ്റിനെ എൻറീച്ച് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ ഇന്ത്യൻ എക്കണോമിക് ആണ്, സ്പെഷ്യൽ എക്കണോമീനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. എക്കണോമിയിലെ റിസർച്ചും ഇന്നോവേഷൻസും സപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡിപ്രഷൻ എക്കണോമിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അതുപോലെ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നു, ദെൻ മാക്സിമം എക്കണോമിക് ഗ്രോത്ത് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നു, ദ റിസോഴ്സ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ ഇന്ത്യൻ എക്കണോമിനെ എങ്ങനെയൊക്കെ ഒരു മാർക്കറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓർ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ഇൻ ഇന്ത്യൻ എക്കണോമിയാണ്. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു ഗ്രോത്ത് എക്കണോമിക് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു, ദെൻ പെർ ക്യാപിറ്റൽ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, ദെൻ ഗുഡ്സിന്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നു, മാക്സിമം പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നു, ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷനും ഡെവലപ്പ് ചെയ്യാൻ, അതുപോലെ തന്നെ വെയർ ഹൗസിംഗ് ചെയ്യാൻ, ദെൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഇൻക്രീസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നു, എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നു, ദെൻ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ, ദെൻ യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സ് ആണ്, അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും ഈ ഒരു മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഫിലോസഫി ഓഫ് മാർക്കറ്റിംഗ്. ദെൻ ക്രിയേറ്റിംഗ് ലോങ് ടേം ലോയൽറ്റി റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ലോയൽറ്റി റിലേഷൻഷിപ്പിലുള്ള കുറച്ച് സ്ട്രാറ്റജീസ് പറയുന്നുണ്ട്. സം സ്ട്രാറ്റജീസ് ഫോർ ക്രിയേറ്റിംഗ് ലോങ് ടേം റിലേഷൻഷിപ്പ് ആണ്. കസ്റ്റമേഴ്സായിട്ട് മാക്സിമം ലോങ് ടേം റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സ്ട്രാറ്റജീസ് ആണ്, സം സ്ട്രാറ്റജീസ് ആണ്. ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ലോയൽറ്റി ബിൽഡ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും മാർക്കറ്റിംഗിൽ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ആണ്. അതിൽ ഫസ്റ്റ് ആണ് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്. കസ്റ്റമേഴ്സിന് മാക്സിമം ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. റിവാർഡ്സ്, കസ്റ്റമേഴ്സിന് മാക്സിമം ഫ്രീക്വന്റ് ലാർജ് ക്വാണ്ടിറ്റീസിൽ കസ്റ്റമേഴ്സ് ഗുഡ്സ് ആൻഡ് സർവീസ് പർച്ചേസ് ചെയ്യുമ്പോൾ മാക്സിമം റിവാർഡ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സിൽ പറയുന്നത്. അങ്ങനെ ലാർജ് ക്വാണ്ടിറ്റീസിൽ പർച്ചേസ് ചെയ്യുന്നവരൊക്കെ നമ്മൾ ഫിനാൻഷ്യൽ റിവാർഡ്സ് പ്രൊവൈഡ് ചെയ്താൽ അവർ വീണ്ടും വീണ്ടും റിപ്പീറ്റീവായിട്ട് പർച്ചേസിങ് നടത്തും എന്നുള്ളതാണ്. സെക്കൻഡ് പറഞ്ഞ സോഷ്യൽ ആസ് വെൽ ആസ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, അവർക്ക് സോഷ്യലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം. ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, കസ്റ്റമേഴ്സായിട്ട് സോഷ്യൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, ദെൻ പേഴ്സണലൈസ്ഡ് പ്രോഡക്ട്സും സർവീസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ടേസ്റ്റിനും പ്രിഫറൻസിനും അനുസരിച്ചിട്ടുള്ള പേഴ്സണലൈസ്ഡ് പ്രോഡക്ട്സും സർവീസും പ്രൊവൈഡ് ചെയ്യുക, അവരുടെ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, അവരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ്. ദെൻ തേർഡ് വൺ ഫിനാൻഷ്യൽ, സോഷ്യൽ ആൻഡ് സ്ട്രക്ചറൽ ബെനിഫിറ്റ്സ് ആണ്. മാക്സിമം സർവീസ്, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഈ പറഞ്ഞ സർവീസിന് പുറമെ സ്ട്രക്ചറൽ ബെനിഫിറ്റ്സും കൂടെ പ്രൊവൈഡ് ചെയ്യണം. അവരെ സ്പെഷ്യലായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. അവരെ ലോയൽറ്റി കസ്റ്റമേഴ്സായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാം, സ്പെഷ്യൽ ബെനിഫിറ്റ്സും സ്പെഷ്യൽ ഓഫേഴ്സും പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതാണ് തേർഡ് പറയുന്നത്. ഫിനാൻഷ്യൽ, സോഷ്യൽ ആൻഡ് സ്ട്രക്ചറൽ ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, അവർക്ക് സ്പെഷ്യലായിട്ട് അവരെ ട്രീറ്റ് ചെയ്ത് സ്പെഷ്യൽ ഓഫേഴ്സ് പറയാന്നുള്ളതാണ്. ദെൻ ലാസ്റ്റ് പറയുന്നത് ക്ലബ് മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് ആണ്. ക്ലബ് മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മെമ്പേഴ്സ് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് ആൻഡ് അതർ ബെനിഫിറ്റ്സ് ആണ്. അവരെ സ്പെഷ്യൽ കസ്റ്റമേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് അവർക്ക് സെപ്പറേറ്റ് രജിസ്ട്രേഷൻസും അല്ലെങ്കിൽ മെമ്പർഷിപ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് അവർക്കായിട്ടുള്ള സ്പെഷ്യൽ ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ബെനിഫിറ്റ്സും പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റെപ്യൂട്ടഡ് ഫേംസിലും കമ്പനീസൊക്കെ എന്നാണ് അവരെ മെമ്പർഷിപ്സ് പ്രൊവൈഡ് ചെയ്യും. അവരെ ഏതൊക്കെ പേരിൽ മെമ്പർഷിപ്സ് പ്രൊവൈഡ് ചെയ്യും, ആനുവൽ ഫീസ് ഉണ്ടാവും. ആ ഒരു മെമ്പർഷിപ്പ് ഉള്ളവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ്, സ്പെഷ്യൽ ബെനിഫിറ്റ്സ്, സ്പെഷ്യൽ ഓഫേഴ്സ് ആണ്. അപ്പൊ ആ രീതിയിൽ കസ്റ്റമേഴ്സിന്റെ ലോയൽറ്റി ബിൽഡ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള ഇങ്ങനെ 4 സ്റ്റെപ്സ് ആണ്, അല്ലെങ്കിൽ 4 സ്ട്രാറ്റജീസ് ആണുള്ളത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആണ്. ജസ്റ്റ് എന്താണ് ഫിനാൻഷ്യൽ സപ്പോർട്ട്സ്, റിവാർഡ്സ് മാത്രം പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. സെക്കൻഡ് പറഞ്ഞ സോഷ്യൽ ആസ് വെൽ ആസ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ആണ്. സോഷ്യലായിട്ടും കൊടുക്കണം, ഫിനാൻഷ്യലായിട്ട് കൊടുക്കണം. സോഷ്യലായിട്ട് പറഞ്ഞാൽ അവരായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ അവരെ എന്ത് ചെയ്യുക, പേഴ്സണലൈസ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാന്നുള്ള. ദെൻ ഫിനാൻഷ്യൽ, സോഷ്യൽ ആൻഡ് സ്ട്രക്ചറൽ ബെനിഫിറ്റ് ആണ് തേർഡ് പറഞ്ഞത്. ഓക്കെ, അവരെ ഫിനാൻഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യണം, സോഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യണം, ദെൻ സ്ട്രക്ചറൽ ബെനിഫിറ്റ്സും അവരെ
പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള അവരെ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് സ്പെഷ്യൽ പ്രോഗ്രാംസും സർവീസും അവർക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഇത് മാർക്കറ്റിംഗ് ആണ്. നമ്മളെ ക്ലബിൽ അവർ ഇൻക്ലൂഡ് ചെയ്ത് ആ ഒരു മെമ്പേഴ്സിന് മുഴുവൻ അഡീഷണൽ സ്പെഷ്യൽ ഫീച്ചേഴ്സും സർവീസും ബെനിഫിറ്റ്സും പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ന്യൂ മാർക്കറ്റിംഗ് റിയാലിറ്റീസ് ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ, നിങ്ങൾ വായിക്കുക. ന്യൂ മാർക്കറ്റിംഗ് റിയാലിറ്റീസ് ആണ്, മോഡേൺ മാർക്കറ്റിംഗ് റിയാലിറ്റീസ് ആണ്, പുതിയതായിട്ട് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറച്ച് റിയാലിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയുന്നത് നെറ്റ്വർക്ക് ഇൻഫർമേഷൻ ടെക്നോളജീസ് ആണ്. കാരണം നെറ്റിന്റെ ഒരു സ്റ്റാർട്ടിങ്ങോട് കൂടി എന്താണ് ഫുൾ ഓൺലൈൻ ആയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലാണ് ഇവിടെ പറയുന്നത്. നെറ്റ്വർക്ക് ഇൻഫർമേഷൻ ടെക്നോളജീസ് ആണ്. നെറ്റ്വർക്ക് ഇന്റർനെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതോടെ ഫുൾ എന്താണ് ഓൺലൈൻ ഗുഡ്സ് ആൻഡ് സർവീസ് ഓർഡർ ചെയ്യുന്നതും പർച്ചേസ് ചെയ്യുന്നതും കസ്റ്റമേഴ്സിൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഫുൾ എന്താണ് ഓൺലൈൻ കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് പറയുന്നത് ഗ്ലോബലൈസേഷൻ ആണ്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് ആണ്. ആർക്കും എവിടെ നിന്നും ഏത് ഗുഡ്സ് ആൻഡ് സർവീസ് പർച്ചേസ് ചെയ്യാനും സെല് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ആണ് ഗ്ലോബലൈസേഷൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് കൺട്രീസിലെ ഗുഡ്സ് ആൻഡ് സർവീസും നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആവും. ട്രാൻസ്പോർട്ടേഷനോ ഷിപ്പിങ്ങോ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ എന്താണ് ഈസിയറും ഫാസ്റ്ററും ആണ് ഗ്ലോബലൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതോട് കൂടി. ദെൻ തേർഡ് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ കമ്പനീസ് ഒക്കെ എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരൊക്കെ അവരുടേതായ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കമ്പനീസ് ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മീറ്റ് ചെയ്യുന്നു, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ കമ്പനീസും അവരുടേതായിട്ടുള്ള കമ്പൽസറി സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസിൽ അവരെ എൻഗേജ് ചെയ്യുന്നു എന്നുള്ളത് ഇതും പുതിയ റിയാലിറ്റീസ് ആണ്. ഇപ്പോൾ ബേബി ചമ്മണ്ണൂർ ആണെങ്കിൽ ലുലു ആണെങ്കിലും വിപ്രോ ആണെങ്കിലും മൈക്രോസോഫ്റ്റ് ആണെങ്കിലൊക്കെ അവരുടേതായിട്ടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് അവർ നിറവേറ്റുന്നു. നെക്സ്റ്റ് പറഞ്ഞാൽ ഡീറെഗുലേഷൻസ് ആണ്. ഡീറെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം റെഗുലേഷൻസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക, റിമൂവ് ചെയ്തൊക്കെയാണ്. മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്താണ് ക്ലിയർ ആയിട്ടുള്ള ഒരുപാട് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു ഇൻഡസ്ട്രീസിലൊക്കെ. ആ റെഗുലേഷൻസ് ഒക്കെ മാക്സിമം ഡീറെഗുലേറ്റ് ചെയ്തിരിക്കണം ഈ ഒരു മോഡേൺ മാർക്കറ്റിംഗ് ട്രെൻഡ്സിൽ. ഓക്കെ, ഇപ്പം റെഗുലേഷൻസ് ഒക്കെ ലിബറലൈസ് ചെയ്ത് പ്രൈവറ്റൈസേഷൻ നടത്തി, ഗ്ലോബലൈസേഷൻ നടത്തി, മാക്സിമം റെഗുലേഷൻസ് ഒക്കെ ഡീറെഗുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് പറഞ്ഞ പ്രൈവറ്റൈസേഷൻസ് ആണ്. പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ പബ്ലിക് കമ്പനീസിന് എന്താണ് പ്രൈവറ്റ് കമ്പനീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ പ്രൈവറ്റൈസേഷൻസ് എന്ന് പറയുക. ഓക്കെ, പബ്ലിക് കമ്പനീസിന് ഇതിന്റെ ഓണർഷിപ്പ് കൺവേർട്ട് ചെയ്യണം, അതിനെ പ്രൈവറ്റൈസ് ചെയ്യാൻ അതിന് ഓണർഷിപ്പ് പ്രൈവറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് പ്രോസസ്സിനാണ് നമ്മൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുക. ദെൻ അതുകൊണ്ട് എനിക്ക് എന്താണ് പ്രൈവറ്റൈസേഷൻ ഇപ്പം ഒരുപാട് ഇൻക്രീസ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഉള്ള പബ്ലിക് കമ്പനീസ് ഒക്കെ എന്താണ് ഒരുപാട് പ്രൈവറ്റൈസേഷൻ നടത്തി. ഡയറക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ഓക്കെ, കോമ്പറ്റീഷൻസ് മാക്സിമം ഇൻക്രീസ് ചെയ്യുക, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ബിൽഡ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് റെഗുലേഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്ത് പ്രൈവറ്റൈസേഷൻസ് നടത്തി എല്ലാവരും ഓപ്പൺ മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്തു എന്നുള്ളതാണ്. ദെൻ ഇൻഡസ്ട്രി കൺവെർജൻസ് ആണ്. ഇൻഡസ്ട്രി കൺവെർജൻസ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികം കമ്പനീസ് കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യാണ് ബെറ്റർ ക്വാളിറ്റി പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ മാരുതി സുസുക്കി അല്ലെങ്കിൽ ഹീറോണ്ട ബെറ്റർ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിലെ ബെറ്റർ കമ്പനീസ് കമ്പൈൻ ചെയ്തുകൊണ്ട് ബെറ്റർ ക്വാളിറ്റി പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് ഇൻഡസ്ട്രി കൺവെർജൻസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് റീറ്റെയിൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. റീറ്റെയിൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴുള്ള റീറ്റെയിൽ ഫോമിൽ നിന്ന് ഇതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് റീറ്റെയിൽ മെയിൽ ഫോംസും ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോംസിലേക്കും കൺസ്യൂമേഴ്സ് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് റീറ്റെയിൽ ട്രാൻസ്ഫോർമേഷൻസ് ആണ്. റീറ്റെയിൽ മാർക്കറ്റിൽ വലിയ വലിയ ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫിസിക്കൽ സ്റ്റോറിന് പകരം എന്താണ് അവിടെ ഡയറക്റ്റ് മെയിൽ ഫോംസ്, ഇ കോമേഴ്സ് ഫോംസ്, അതുപോലെ എന്റർപ്രണർ റീറ്റെയിൽ ബിൽഡിങ്സ് കാര്യങ്ങൾ സ്റ്റോഴ്സിലേക്ക് എന്താണ് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ദെൻ ഡിസ്ഇന്റർമീഡിയേഷൻസ് ആണ്. ഡിസ്ഇന്റർമീഡിയേറ്റ്സ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഇന്റർമീഡിയറീസ് ആണ്. കാരണം മാർക്കറ്റിങ്ങിലൊക്കെ ഒരുപാട് കോസ്റ്റ് വരുന്നതാണ് ഇന്റർമീഡിയറീസ് എന്നുള്ള. ഇന്റർമീഡിയറീസിന് എണ്ണം കൂടുന്നവരെന്ന പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടും, കോസ്റ്റ് കൂടുന്നുള്ളതാണ്. അപ്പൊ ഡിസ്ഇന്റർമീഡിയറ്റ്സ് എന്ന കമ്പനീസിന് ഡയറക്റ്റ് ആയിട്ട് ഗുഡ്സ് ആൻഡ് സർവീസ് ആക്സസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്റർമീഡിയറീസിനെ മാക്സിമം അവോയ്ഡ് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കമ്പനീസ് ഡയറക്റ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് പർച്ചേസ് ചെയ്യുക, മാക്സിമം ഓഫർ ഏൺ ചെയ്യുക എന്നുള്ളതാണ് ഡിസ്ഇന്റർമീഡിയേഷനിൽ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ സർവീസ് അല്ലെങ്കിൽ കമ്പനീസിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് പർച്ചേസ് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് കൺസ്യൂമർ ബൈയിങ് പവർ ആണ്. കൺസ്യൂമേഴ്സിന്റെ ബൈയിങ് പവർ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ ബൈയിങ് പവർ മാക്സിമം ഏൺ ചെയ്യുക എന്നുള്ളതാണ് കൺസ്യൂമർ ബൈയിങ് പവറിൽ പറയുന്നത്.
ഓക്കെ, അവർക്കാണ് കൺസ്യൂമേഴ്സിന് ബൈയിങ് പവർ എന്നാണ് 24/7 ടൈമിൽ എന്നാണ് കൺസ്യൂമേഴ്സിന് ബൈയിങ് പവർ ഇപ്പം ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഓൺലൈൻ ഫെസിലിറ്റീസ് ആണ്, ഇന്റർനെറ്റ് അതാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് എന്താണ് അവരെ ഓൺലൈൻസിൽ അല്ലെങ്കിൽ ട്രോഫി നമ്പേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡർ മേക്ക് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ 24/7 ടൈംസിൽ എന്നാണ് കസ്റ്റമേഴ്സിന് ബൈയിങ് പവർ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ മുമ്പ് ഉണ്ടായിരുന്ന നമ്മളെ ഷോപ്പ് ഓപ്പൺ ആവുന്ന സമയത്ത് മാത്രമല്ല ഏത് സമയത്തും എന്താണ് കൺസ്യൂമേഴ്സിന് ഗുഡ്സ് സർവീസ് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ്. നെക്സ്റ്റ് ആണ് കൺസ്യൂമർ ഇൻഫർമേഷൻ എന്നുള്ളത്. ഓക്കെ, കൺസ്യൂമർ ഇൻഫർമേഷൻസ് ആർക്കും എവിടെ നിന്നും കട്ട് ചെയ്യാന്നുള്ളതാണ് പുതിയൊരു മാർക്കറ്റ് റിയാലിറ്റീസിൽ പറയുന്നത്. കാരണം സോഷ്യൽ മീഡിയാസ് വന്നു, എല്ലാവരും സോഷ്യൽ മീഡിയാസിലും നെറ്റ്വർക്കും യൂസ് ചെയ്യണവർ, ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നവരെ, അതുകൊണ്ട് തന്നെ അവരെ ടേസ്റ്റും പ്രിഫറൻസ് ഒക്കെ തന്നെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനും അത് കളക്ട് ചെയ്യാനും അത് റിസർച്ച് ചെയ്യാനും അത് ഫോക്കസ് ചെയ്യാനൊക്കെ എന്താണ് ഈസി ആണെന്നുള്ളത്. കൺസ്യൂമർ ഇൻഫർമേഷൻസ് ആർക്കും എവിടെ നിന്നും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ദെൻ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളാണ്. ഓക്കെ, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കോമൺ ഇൻട്രസ്റ്റുകൾ ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോംസ് ആയി. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിന് ടേസ്റ്റും പ്രിഫറൻസും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ദെൻ കസ്റ്റമർ റെസിസ്റ്റൻസ്, ചില പ്രൊഡക്ട്സിന് കസ്റ്റമേഴ്സിന് റെസിസ്റ്റൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. ദെൻ സസ്റ്റൈനബിൾ മാർക്കറ്റ് ആണ്. ഇപ്പോൾ ഉള്ള മോഡേൺ മാർക്കറ്റിംഗ് ട്രെൻഡ്സിൽ വരുന്നതാണ് സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് എന്നുള്ളത്. എസെൻഷ്യൽ വേർഷൻ ഓഫ് എക്കോളജിക്കൽ ആൻഡ് ഗ്രീൻ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ആണ്. ഓക്കെ, അധികം ആൾക്കാർ ഒരു ഗ്രീൻ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റും ഇൻഡസ്ട്രീസും ഒക്കെ. ഓക്കെ, അതുകൊണ്ട് സസ്റ്റൈനബിൾ മാർക്കറ്റിംഗ് ട്രെൻഡും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എത്രയാണ് പുതിയ ന്യൂ മാർക്കറ്റിംഗ് റിയാലിറ്റീസ് എന്നുള്ളത്. മാർക്കറ്റിംഗിൽ പുതിയതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് റിയാലിറ്റീസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു നെറ്റ്വർക്ക് ഇൻഫർമേഷൻ ടെക്നോളജി, ഇന്റർനെറ്റിന്റെ ഒരു ആവിർഭാഗം. ഓക്കെ, ആർക്കും എവിടെ നിന്ന് പ്രൊഡക്റ്റിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അവൈലബിൾ ആവും, പ്രൊഡക്റ്റ് കമ്പയർ ചെയ്യാൻ ഈസിയാണ്, ഏത് കാര്യത്തിനെ കുറിച്ചായിട്ടും ഓർഡർ ചെയ്യണമെങ്കിലും അനലൈസ് ചെയ്യണമെങ്കിലും ഒന്ന് നെറ്റ്വർക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞു ഗ്ലോബലൈസേഷൻസ്, ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ദെൻ ഡീറെഗുലേഷൻസ്, പ്രൈവറ്റൈസേഷൻ, then competition, then industry convergence, then retail transformation, disintermediation, then consumer buying power, then consumer information, then social networking, consumer resistance, sustainable marketing. ഓക്കെ, അപ്പൊ എത്രയാണ് മെയിൻ ആയിട്ടുള്ള ന്യൂ മാർക്കറ്റ് റിയാലിറ്റീസിൽ പറയുന്നത്. ദെൻ ഓക്കെ, ലാസ്റ്റ് ഒരു 4-5 സ്ലൈഡും കൂടെ പറയാനുണ്ട്. അപ്പൊ ഒന്നും കൂടെ ഒന്ന് ജോയിൻ ചെയ്യണേ. ഓക്കെ, ലാസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ജോയിൻ ചെയ്യണം കേട്ടോ. പിന്നെ മാർക്കറ്റിങ്ങിന്റെ ഒരു ഇവാലുവേഷൻ ഹിസ്റ്ററി പറയുന്നുണ്ട്. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞതല്ല, ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക, പോയിന്റ്സ് ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, മാർക്കറ്റിങ്ങിന്റെ ഒരു ആവിർഭാഗ്യം എങ്ങനെയാണ്, ഇവാലുവേഷൻ ഓർ ഹിസ്റ്ററി ആണ്. കാരണം മാർക്കറ്റിംഗ് എന്നുള്ള പെട്ടെന്ന് ഒരു ദിവസം മാർക്കറ്റിംഗിലേക്ക് എത്തിയല്ല, ഒരു ഹിസ്റ്ററി പറയണ്ടേ ഹയറാർക്കി. ഫസ്റ്റ് മാർക്കറ്റിംഗ് വരുന്ന ഒരു ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. കാരണം എക്സ്ചേഞ്ച് സിസ്റ്റം ആയിരുന്നു. നമ്മളൊരു ഗുഡ്സ് ആൻഡ് സർവീസ് നമ്മളൊന്ന് എക്സ്ചേഞ്ച് ചെയ്യുക, ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് ഉള്ള ഒരാൾ മറ്റൊരു ഗുഡ്സ് ആൻഡ് സർവീസ് ഉള്ള ആൾക്കാരെ എന്ത് ചെയ്യുക, ആ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ള ഒരു ബാർട്ടർ സിസ്റ്റം പറയുന്നത്. ഓക്കെ, അറിയില്ല, നമ്മൾ ഡീറ്റെയിൽ പറയേണ്ട ആവശ്യമില്ല. ദ സെക്കൻഡ് പറയുന്നത് പ്രൊഡക്ഷൻ ഓറിയന്റേഷൻ ആണ്. പ്രൊഡക്ഷൻ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അവൈലബിൾ ആവുന്ന റിസോഴ്സ് വെച്ചിട്ട് നമ്മൾ മാക്സിമം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ, അതിന് കൺസ്യൂമേഴ്സ് ഉണ്ടോ, അവരെ കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, അതൊന്നും ഇവിടെ ഒരു വിഷയമല്ലായിരുന്നു. പ്രൊഡക്ഷൻ ഓറിയന്റേഷനോ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾക്ക് ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതായിരുന്നു സെക്കൻഡ് സ്റ്റേജിൽ പറഞ്ഞിരുന്ന പ്രൊഡക്ഷൻ ഓറിയന്റേഷനിൽ. ഇത് തേർഡ് സ്റ്റേജിലാണ് പറഞ്ഞത് ഈ പ്രൊഡക്ഷൻ ഓറിയന്റേഷൻ കഴിഞ്ഞപ്പോൾ എന്താണ് മാക്സിമം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു, പക്ഷെ അതൊന്നും സെല് ചെയ്ത് പോകുന്നില്ല. അപ്പോഴാണ് തേർഡ് സ്റ്റേജിൽ സെയിൽസ് ഓറിയന്റേഷൻ വരുന്നത്. സെയിൽസ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം സെയിൽസ് പ്രൊമോഷൻസും കൂടെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, പ്രൊഡക്ഷൻ ഓറിയന്റേഷനിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യമില്ല, സെയിൽസും കൂടെ നമ്മൾ ബൂസ്റ്റ് ചെയ്യണം, അത് ഇൻക്രീസ് ചെയ്യണം, അതിനെ മോട്ടിവേറ്റ് ചെയ്യണം, അത് സ്റ്റിമുലേറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെയിൽസ് ഇൻക്രീസ് ചെയ്യുള്ളൂ എന്നുള്ളത് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ഇവിടെ സെയിൽസ് പ്രൊമോഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, പ്രൊമോഷൻ ടൂൾസും ടെക്നിക്സും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേജ് ആണ് സെയിൽസ് ഓറിയന്റേഷൻ എന്നുള്ളത്. ദെൻ ഫോർത്ത് ഒന്നാണ് മാർക്കറ്റ് ഓറിയന്റേഷൻ എന്നുള്ളത്. അപ്പം ഫസ്റ്റ് ഒരു ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു മാർക്കറ്റിംഗിൽ എന്നാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്തിരുന്നത്, ഒരു എക്സ്ചേഞ്ച് സിസ്റ്റത്തിലൂടെ ആയിരുന്നു. പിന്നെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മാക്സിമം എന്താണ് ഗുഡ്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മാത്രം എന്താണ് ഗുഡ്സിന്റെ സെയിൽസ് നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് സെയിൽസും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, സെയിൽസ് ബൂസ്റ്റ് ചെയ്യാൻ സെയിൽസ് പ്രൊമോഷൻ ടൂൾസും ടെക്നിക്സും ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അതിലൂടെ എന്താണ് സെയിൽസ് ഇൻക്രീസ് ചെയ്തില്ല. ഓക്കെ, അതുകൊണ്ട് പിന്നെ ഫോർത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മാർക്കറ്റ് ഓറിയന്റേഷൻ എന്നുള്ളത്. ഓക്കെ, കസ്റ്റമേഴ്സിന്റെ
ഇപ്പൊ ഇവർ നേരത്തെ ചെയ്തിരുന്ന എന്താണ്, അവർക്ക് അവൈലബിൾ ആകുന്ന ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് അത് സെല് ചെയ്യാനായിരുന്നു നോക്കിയത്. ഇപ്പൊ മാർക്കറ്റിംഗ് ഓറിയന്റേഷനിൽ അവർക്ക് മനസ്സിലായി കസ്റ്റമേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, കസ്റ്റമേഴ്സിന് നീഡ്സും വാണ്ട്സിനും അനുസരിച്ചുള്ള ഗുഡ്സും ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, നമ്മൾ സെല് ചെയ്യണം. ഓക്കെ, അതാണ് ഇത് ഫോർത്ത് സ്റ്റേജിൽ പറയുന്നത് കസ്റ്റമർ ഓറിയന്റേഷൻ എന്നുള്ളത്. ഓക്കെ, ഇവാലുവേഷൻ ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിന്റെ ഒരു ഇവാലുവേഷൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സ്ചേഞ്ച് സിസ്റ്റം, ബാർട്ടർ സിസ്റ്റം കൊണ്ടുവന്നു, പിന്നെ പ്രൊഡക്ഷൻ ഓറിയന്റേഷൻ കൊണ്ടുവന്നു, പിന്നെ സെയിൽസ് ഓറിയന്റേഷൻ കൊണ്ടുവന്നു, പിന്നെ ഒരു മാർക്കറ്റിംഗ് ഓറിയന്റേഷൻ. മാർക്കറ്റിംഗ് ഓറിയന്റേഷനിലാണെന്ത് ഇവര് കൺസ്യൂമേഴ്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഐഡന്റിഫൈ ചെയ്തത്. ഓക്കെ, ദെൻ പിന്നെ ഫിഫ്ത്ത് വൺ ആണെന്ത് കൺസ്യൂമർ ഓറിയന്റേഷൻ എന്നുള്ളത്. കൺസ്യൂമർ ഓറിയന്റേഷനിലാണെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള രീതിയിൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്തതാണ് കൺസ്യൂമർ ഓറിയന്റേഷൻ എന്നുള്ളത്. ദെൻ ലാസ്റ്റ് വൺ ആണ് മാനേജ്മെന്റ് ഓറിയന്റേഷൻ എന്നുള്ളത്. ഇങ്ങനെ കൺസ്യൂമർ ഓറിയന്റേഷൻ മാത്രം പോരാ, ഈ ഒരു കൺസ്യൂമർ ഓറിയന്റേഷനിൽ നിന്ന് അവരുടെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്താലും ഈ ബാക്കിയുള്ള എൻറ്റിയർ കൺസെപ്റ്റുകൾ നടക്കണം എന്നുള്ള ഈ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ക്ലിയർ ആയിട്ട് മാനേജ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് മാനേജ്മെന്റ് ഓറിയന്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഈ ഒരു ഹയറാർക്കിയാണ് ഇവാലുവേഷൻ ഓഫ് മാർക്കറ്റിംഗ് എന്നുള്ളത്. മാർക്കറ്റിംഗിന്റെ ഇപ്പോഴുള്ള ഒരു ട്രെൻഡിലേക്ക് വന്ന ഒരു ഇവാലുവേഷൻ ആണ്, അതിന്റെ ഒരു ഹിസ്റ്ററിയാണ്. ഫസ്റ്റ് ബാർട്ടർ സിസ്റ്റം, പിന്നെ പ്രൊഡക്ഷൻ സിസ്റ്റം, പിന്നെ സെയിൽസ്. മൈക്ക് അൺമ്യൂട്ട് ചെയ്യട്ടോ. സെയിൽസ് ഓറിയന്റേഷൻ പറഞ്ഞു, ദെൻ മാർക്കറ്റിംഗ് ഓറിയന്റേഷൻ വന്നു, ദെൻ അത് കഴിഞ്ഞിട്ടാണ് കൺസ്യൂമർ ഓറിയന്റേഷൻ എന്നുള്ളത്. കൺസ്യൂമേഴ്സിന് നീഡ്സും വാണ്ട്സും ഐഡന്റിഫൈ ചെയ്യുക, അത് സാറ്റിസ്ഫൈ ഉള്ള ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. ഇത് ലാസ്റ്റ് വൺ മാനേജ്മെന്റ് ഓറിയന്റേഷൻ ആണ്. ഓക്കെ, ഇപ്പോൾ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗിൽ രണ്ട് കൺസെപ്റ്റ് പറയും. ഒന്ന് ഓൾഡ് കൺസെപ്റ്റ്, ന്യൂ കൺസെപ്റ്റും. ഇതിൽ ഓൾഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞതാണ് എംഫസിസ് ഓൺ ദ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്റ്റ് ആണ്. നമ്മൾ എന്താണ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് പ്രൊഡ്യൂസ്, അത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് സിലബസിൽ, പുതിയ സിലബസിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ പഴയ സിലബസ് ഉണ്ട്. ഇതൊക്കെ മാർക്കറ്റിംഗിന്റെ മെയിൻ ആണ്, കോറാണ്, ഇവാലുവേഷൻ ടൈപ്സ് ഫങ്ഷൻസ് ഒക്കെ. പക്ഷെ പുതിയ സിലബസിൽ അത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ 2020 സിലബസിൽ അത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതൊന്നും ചിലപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കാം, കാരണം ഇതിലതൊരു മാർക്കറ്റിംഗ് ഇല്ല എന്നുള്ളതാണ്. പുതിയ സിലബസിൽ അവർക്കൊരു ഇത് വന്നതാവും, അതുകൊണ്ടാണ് ഇത് പറഞ്ഞു പോകുന്നത്. നമ്മൾ നോട്ട്സിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഒന്ന് കേൾക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് രണ്ട് കൺസെപ്റ്റ് ആയിട്ടാണ് പറയുന്നത്, ഓൾഡ് കൺസെപ്റ്റും ന്യൂ കൺസെപ്റ്റും. ഇപ്പോൾ ഓൾഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എംഫസിസ് ഓൺ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, നമ്മൾ പ്രൊഡക്ഷനിലും മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. കസ്റ്റമേഴ്സിന്റെ നീഡ്സും വാണ്ട്സും വെൽഫെയർ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. നമ്മൾ എന്ത് ചെയ്യണം, ആകെയും ചെയ്യേണ്ടത് നമ്മൾ മാക്സിമം പ്രൊഡക്ഷൻ നടത്തുക, മാക്സിമം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു ഓൾഡ് കൺസെപ്റ്റ് എന്നുള്ളത്. ഓക്കെ, കാരണം മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ആകുന്ന റിസോഴ്സ് എന്താണോ അത് വെച്ചിട്ട് നമ്മൾ മാക്സിമം പ്രൊഡക്റ്റ് നടത്തുക, അത് മാക്സിമം പ്രൊഡക്ഷൻസ് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നെ ന്യൂ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ന്യൂ കൺസെപ്റ്റിലാണെന്ത് കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ഡിസ്കവറിങ് ആൻഡ് കൺവേർട്ടിങ് കൺസ്യൂമർ വാണ്ട്സ് ഇൻ ടു അപ്രോപ്രിയേറ്റ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. കൺസിഡർ കൺസ്യൂമർ ആസ് എ കിങ്. ന്യൂ കൺസെപ്റ്റിൽ കൺസ്യൂമേഴ്സിനെ ഒരു കിങ് ആയിട്ട് കൺസിഡർ ചെയ്തു. എന്നിട്ട് കൺസ്യൂമേഴ്സിനെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്ത് ന്യൂ കൺസെപ്റ്റിൽ. ഓക്കെ, മുമ്പ് ഓൾഡ് കൺസെപ്റ്റിൽ അവർക്ക് അവൈലബിൾ ആകുന്ന ഗുഡ്സും സർവീസ് ആയിരുന്നു അവർ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ന്യൂ കൺസെപ്റ്റിലാണെന്ന് കൺസ്യൂമേഴ്സിനെ ഒരു കിങ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് കൺസ്യൂമേഴ്സിന് ആവശ്യമായിട്ടുള്ള അവരുടെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്ത് അത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് ന്യൂ കൺസെപ്റ്റിൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ഇവാലുവേഷൻ ഓഫ് മാർക്കറ്റിംഗ് പറയുന്നത്. ഫസ്റ്റ് 6 സ്റ്റെപ്പ്, പിന്നെ 2 കൺസെപ്റ്റും. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ബാർട്ടർ സിസ്റ്റം, പ്രൊഡക്ഷൻ ഓറിയന്റേഷൻ, സെയിൽസ് ഓറിയന്റേഷൻ, ദെൻ മാർക്കറ്റിംഗ് ഓറിയന്റേഷൻ, ദെൻ കൺസ്യൂമർ ഓറിയന്റേഷൻ, മാനേജ്മെന്റ് ഓറിയന്റേഷൻ. പിന്നെ കൺസെപ്റ്റ് ആണെങ്കിൽ ഓൾഡ് കൺസെപ്റ്റ്, ന്യൂ കൺസെപ്റ്റും. ഓൾഡ് കൺസെപ്റ്റ് ആണെങ്കിൽ എംഫസിസ് ഓൺ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ട്സ് ആണ്.
The new conceptiലാണെങ്കിൽ discovering and converting consumers wants into appropriate product and services ആണ്. കൺസ്യൂമേഴ്സിന്റെ വാട്സിനെ നീഡ്സിന് എന്താണ് അപ്രോപ്രിയേറ്റ് പ്രൊഡക്ട്സും സർവീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്ന് ന്യൂ കൺസെപ്റ്റില്. ഓക്കെ, ദെൻ മീനിങ് ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ്. എന്താണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്നുള്ളത് അറിയല്ലോ. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനാണ് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനും മാനേജ് ചെയ്യുന്നതിന് നമുക്ക് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് ഓഫ് മാനേജ്മെന്റ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ്. ഈ ഒരു മാനേജ്മെന്റ് ടൂൾസും ടെക്നിക്സും എന്താണ് നമ്മൾ മാർക്കറ്റിംഗിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്നുള്ളത്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലിപ്പ് കോട്ടറിലെ ഡെഫിനിഷൻസ് ഉണ്ട്, ഒന്ന് പഠിക്കണം. Marketing management is the art and science of choosing target markets and getting, keeping and growing customers through creating, delivering and communicating superior customer value. Okay, ഈ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻസ് ഒന്ന് പഠിക്കണേ. ഫിലിപ്പ് കോട്ടറിലെ ഡെഫിനിഷൻ ആണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് is the art and science of choosing target market and getting, keeping and growing customers through creating, delivering and communicating superior customer value. Okay, superior customer value create ചെയ്ത് ഡെലിവർ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ആർട്ട് അല്ലെങ്കിൽ ആ ഒരു സയൻസ്, അതിനാണ് നമ്മൾ ഈ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ മാർക്കറ്റിംഗ് മാനേജ്മെന്റിന് മെയിൻ ആയിട്ടുള്ള ടാസ്ക് ആണ്. ഈ 4 ടാസ്ക് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും പഠിക്കണം. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ 4 ടാസ്കുകൾ എന്നുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത് കൺവെൻഷണൽ മാർക്കറ്റിംഗ്, ദ സെക്കൻഡ് വൺ ഡെവലപ്മെന്റൽ മാർക്കറ്റിംഗ്, തേർഡ് വൺ റീമാർക്കറ്റിംഗ്, ഫോർത്ത് വൺ മെയിൻ്റെനൻസ് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ കൺവെൻഷണൽ മാർക്കറ്റിംഗ്. കൺവെൻഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയല്ലോ, കൺവേർട്ട് ചെയ്യാണ് നെഗറ്റീവ് ഡിമാൻഡിനെ പോസിറ്റീവ് ഡിമാൻഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന മാർക്കറ്റിംഗിനെയാണ് നമ്മൾ കൺവെൻഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കൺവെൻഷൻ ഓഫ് നെഗറ്റീവ് ഡിമാൻഡ് പോസിറ്റീവ് ഡിമാൻഡ് ആണ്. നെഗറ്റീവ് ഡിമാൻഡ്സ് നമ്മൾ എന്താ പോസിറ്റീവ് ഡിമാൻഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് കൺവെൻഷണൽ മാർക്കറ്റിംഗിൽ പറയുന്നത്. ഓക്കെ, ദ സെക്കൻഡ് പറയുന്നത് ഡെവലപ്മെന്റൽ മാർക്കറ്റിംഗ് ആണ്. Development, this task is required when there is a latent demand for products or services. Latent demand means substantial number of customers in the market strongly share the needs of products or services that does not exist now at all. Okay, developmental marketing ആണ്. പുതിയൊരു മാർക്കറ്റിംഗ്, പുതിയൊരു പ്രോഡക്ട്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതിന് ഒരു ലാറ്റന്റ് ഡിമാൻഡ് ഉണ്ട്, മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ഉണ്ട്. പക്ഷെ ആ ഗുഡ്സും സർവീസും ഇതുവരെ ആരും ഡെവലപ്പ് ചെയ്തില്ല. അപ്പൊ ആ ഒരു പ്രൊഡക്ട്സിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഡെവലപ്മെന്റൽ മാർക്കറ്റിംഗിൽ പറയുന്നത്. ഒരു മാക്സിമം ഒരു സബ്സ്റ്റൻഷ്യൽ കസ്റ്റമേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഡിമാൻഡ്സിനെ നമ്മൾ എന്ത് ചെയ്യാൻ മാക്സിമം ആ ഒരു ലാറ്റന്റ് ഡിമാൻഡിനെ കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡെവലപ്മെന്റൽ മാർക്കറ്റിംഗിൽ പറയുന്നത്. ദെൻ ഫോർ തേർഡ് വൺ ആണ് റീമാർക്കറ്റിംഗ് എന്നുള്ളത്. റീമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫൈൻഡിങ് ഓർ ക്രിയേറ്റിംഗ് ന്യൂ യൂസർ ഓർ യൂസേഴ്സ് ഓർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ഈസ് ആൾസോ നോൺ ആസ് റീമാർക്കറ്റിംഗ് ആണ്. ആ ഒരു എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിന്, നമ്മുടെ അടുത്തുള്ള ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിന് പുതിയ യൂസേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് റീമാർക്കറ്റിംഗിൽ. ഓക്കെ, വീണ്ടും അത് മാർക്കറ്റ് ചെയ്യാനാണ്. ഫൈൻഡിങ് ഓർ ക്രിയേറ്റിംഗ് ന്യൂ യൂസേഴ്സ് ആണ്. ഓക്കെ, പുതിയ രീതിയിലുള്ള യൂസേഴ്സും പുതിയ യൂസേഴ്സിനെയും ഐഡന്റിഫൈ ചെയ്യാന്നുള്ള ആ ഒരു എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിന്. ദ ലാസ്റ്റ് വൺ ആണ് മെയിൻ്റെനൻസ് മാർക്കറ്റിംഗ് എന്നുള്ളത്. മെയിൻ്റെനൻസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടാസ്ക് ഓഫ് കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ദ ഡിമാൻഡ് ലെവൽ ആൻഡ് മെയിൻറ്റെയിനിങ് അറ്റ് ഫുൾ ലെവൽ ഈസ് നോൺ ആസ് മെയിൻ്റെനൻസ് മാർക്കറ്റിംഗ്. ഓക്കെ, നമ്മളിപ്പോഴുള്ള എക്സിസ്റ്റിംഗ് ഡിമാൻഡ്സിന്റെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൊഡക്ട്സിനുള്ള എക്സിസ്റ്റിംഗ് ഡിമാൻഡ് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗിനാണ് മെയിൻ്റെനൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 രീതിയിലുള്ള മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ടാസ്ക് ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ കൺവെൻഷണൽ മാർക്കറ്റിംഗ് പറഞ്ഞു, ദെൻ ഡെവലപ്മെന്റൽ മാർക്കറ്റിംഗ്, റീമാർക്കറ്റിംഗ്, മെയിൻ്റെനൻസ് മാർക്കറ്റിംഗ്. കൺവെൻഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഡിമാൻഡിനെ പോസിറ്റീവ് ഡിമാൻഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന മാർക്കറ്റിംഗിനെയാണ് നമ്മൾ കൺവെൻഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത്. പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ആക്ച്വൽ കസ്റ്റമേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ആണ് ഡെവലപ്മെന്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. ഒരു ലാറ്റന്റ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ, നമ്മളെ പ്രൊഡക്റ്റിനും സർവീസിനും ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്നതിനാണ് നമ്മൾ ഡെവലപ്മെന്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്.
ഓക്കെ. ഇത് റീമാർക്കറ്റിംഗ് ആണ്. എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിനും സർവീസിനും പുതിയ യൂസേഴ്സ് അല്ലെങ്കിൽ യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റീമാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ലാസ്റ്റ് ആണ് മെയിൻ്റെനൻസ് മാർക്കറ്റിംഗ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് മോണിറ്റർ ചെയ്തിട്ട് ആ ഒരു ഡിമാൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന മാർക്കറ്റിംഗിനാണ് ഇത് മെയിൻ്റെനൻസ് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇത് നാച്ചുറൽ ആണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ നാച്ചുറൽ ആണ്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ശ്രദ്ധിക്കുക. ഫസ്റ്റ് ആണ് മാനേജറിയൽ ഫങ്ഷൻസ് ആണ്. ഈ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു മാനേജറിയൽ ഫങ്ഷൻസ് ആണ്. ഫുള്ള് മാനേജ് ചെയ്യണം, നമ്മൾ പ്ലാനിങ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മാനേജറിയൽ ഫങ്ഷൻ ആണ്. പിന്നെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഈസ് ഗോൾ ഓറിയന്റഡ് ആണ്. ഓക്കെ. കാരണം കൺസ്യൂമേഴ്സിന്റെ നീഡ്സും വാണ്ട്സും ആണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് അല്ലെങ്കിൽ അവരെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ മെയിൻ എയിം ഓർ ഗോൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്നുള്ളത് ഗോൾ ഓറിയന്റഡ് ആണ്. ദെൻ ഡിറ്റർമിനിങ് അപ്രോപ്രിയേറ്റ് മാർക്കറ്റിംഗ് മിക്സ് ആണ്. ഓക്കെ. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബെസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സ് ഡിറ്റർമൈൻ ചെയ്യണം. ഓക്കെ. അത് മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ വരുന്നതാണ്. ഇത് സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻസ് ആണ്. ഓക്കെ. മാർക്കറ്റിംഗ് മാനേജ്മെന്റ്സ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻസ് ആണ്. ഇവർക്ക് സ്പെഷ്യലൈസ്ഡ് നോൺ ഉണ്ടായിരിക്കണം. പ്രൊഡക്റ്റിനെ കുറിച്ച്, കൺസ്യൂമേഴ്സിനെ കുറിച്ച്, കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റും ബിഹേവിയറും ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചിട്ട് സ്പെഷ്യലൈസ്ഡ് നോളജ് ഈ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ടീംസിന് ഉണ്ടായിരിക്കണം എന്നുള്ള. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്നുള്ള സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻ ആണ്. ദെൻ മാർക്കറ്റിംഗ് കൺസെപ്ഷൻ ആക്ഷൻ ആണ്. ഓക്കെ. for the needs of customer and satisfy the needs of customers ആണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്നുള്ള ആ ഒരു കൺസെപ്ഷൻ ആക്ഷൻ, ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് ആക്ഷൻസിൽ വരുത്തണം എന്നുള്ളതാണ്. കൺസ്യൂമേഴ്സിനെ നീഡ്സും വാണ്ട്സിനെ നമ്മൾ എന്താണ് ഡിമാൻഡായിട്ട് കൺവേർട്ട് ചെയ്യണം എന്നുള്ളതാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ. നെക്സ്റ്റ് യൂണിവേഴ്സൽ ഫംഗ്ഷൻ എന്നുള്ളത്. ഓക്കെ. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്നുള്ള ഒരു വൈറ്റൽ ഫങ്ഷൻസ് ആണ്. പ്രോഫിറ്റ് സീക്കിംഗ് ഓർഗനൈസേഷൻസിനും അതുപോലെ നോ പ്രോഫിറ്റ് സീക്കിംഗ് ഓർഗനൈസേഷൻസിനും അതുപോലെ തന്നെ എല്ലാ രീതിയിലും എല്ലാവരും എന്താണ് യൂണിവേഴ്സൽ ആയിട്ട് മാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടത്. ഒരു യൂണിവേഴ്സൽ അപ്ലിക്കേഷൻസ് ആൻഡ് യൂണിവേഴ്സൽ ഫംഗ്ഷൻ ആണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്നുള്ളത്. ഒരു ഓർഗനൈസേഷൻസ് ഒരു പ്രോഫിറ്റ് സീക്കിംഗ് ഓർഗനൈസേഷൻ ആണെങ്കിലും നോൺ പ്രോഫിറ്റ് സീക്കിംഗ് ഓർഗനൈസേഷൻസ് ആണെങ്കിലും. ഓക്കെ. അപ്പൊ അത്രയാണ് ഈ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ നാച്ചർ എന്നുള്ളത്. പിന്നെ ഫിലോസഫി ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പറയുന്നില്ല, എന്തൊക്കെ ഓൾഡ് സിലബസിൽ ഉണ്ടായിരുന്നാണ്, നോക്കണ്ട. ഇത് ലാസ്റ്റ് ഈ മാർക്കറ്റിംഗ് മിക്സും കൂടെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. ലാസ്റ്റ് ഹെഡിങ് ആണ്. ഇതും ഫസ്റ്റ് മൊഡ്യൂൾസിന്റെ നോട്ട്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, പക്ഷെ ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. കാരണം എന്താണ് മാർക്കറ്റിംഗ് മിക്സ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു മീനിങ് ഒന്ന് നോട്ട് ചെയ്യുക. മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്നുള്ളത്. Marketing mix is the set of marketing tools the firm uses to implement its marketing strategies. Okay, ആ ഒരു മീനിങ്ങിനെല്ലാം ക്ലിയർ ആണ്. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നതാണ് മാർക്കറ്റിംഗ് ടൂൾസിന്റെ ഒരു സെറ്റ് ആണ്. ഒരു ഫേം അവരെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന മാർക്കറ്റിംഗ് ടൂൾസിന്റെ ഒരു സെറ്റിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. സിമ്പിൾ ആയിട്ടുള്ള മീനിങ്ങിൽ തന്നെ പറയുന്നുണ്ട്. മാർക്കറ്റിംഗ് മിക്സ് ഈസ് ദി സെറ്റ് ഓഫ് മാർക്കറ്റിംഗ് ടൂൾസ് the firm uses to implement its marketing strategy. ഒരു ഫേം അതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് മാർക്കറ്റിംഗ് ടൂൾസിനാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഫേം അവരെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന മാർക്കറ്റിംഗ് ടൂൾസ്, രണ്ട് മാർക്കറ്റിംഗ് ടൂൾസ് ഉണ്ട്. ഓക്കെ. അപ്പൊ അതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ആ സെറ്റിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. പിന്നെ മാർക്കറ്റിംഗ് മിക്സ് എന്നുള്ള പേര് ഫസ്റ്റ് കോയിൻ ചെയ്തത് ജെയിംസ് കുള്ളിട്ടൺ ആണ്. ആ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നീൽ ബോർഡർ ആണ്. അപ്പൊ നീൽ ബോർഡറിന്റെ അഭിപ്രായത്തിൽ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ഫയർ ഇൻപുട്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദി കോർ ഓഫ് കമ്പനീസ് മാർക്കറ്റിംഗ് സിസ്റ്റം ആണ്. ഓക്കെ. അപ്പൊ ഏതെങ്കിലും മീനിങ്ങോ ഡെഫിനിഷനോ ഒന്ന് പഠിച്ചാൽ മതി. നീൽ ബോർഡർ പറയുന്ന ഉത്തരവുള്ളൂ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫയർ ഇൻപുട്സിന്റെ കോമ്പിനേഷൻ ആണെന്നാണ്. കമ്പനീസിന്റെ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലെ കോർ ആയിട്ടുള്ള ഇൻപുട്സിന്റെ കോമ്പിനേഷനാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് നീൽ ബോർഡൻ പറയുന്നത്. ദെൻ ഫിലിപ്പ് കോട്ടൽ ആണെങ്കിൽ ദ ഫേം ടാസ്ക് ഈസ് ടു ഫൈൻഡ് ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ ഇറ്റ് ഈസ് മാർക്കറ്റിംഗ് ഡിസിഷൻ വേരിയബിൾസ് ആൻഡ് സെറ്റിംഗ് കോൺസ്റ്റിറ്റ്യൂട്ട് ദി മാർക്കറ്റിംഗ് മിക്സ് ആണ്. ഓക്കെ. അപ്പൊ അതാണ് ഇത് ഫിലിപ്പ് കോട്ടലർ പറയുന്നത്. അപ്പൊ ഇതിൽ ഒരു മീനിങ് ഒന്ന് പഠിക്കത്തിട്ട് ഫസ്റ്റ് ഉള്ള തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ മാർക്കറ്റിംഗ് മിക്സ് എന്നുള്ള പേര് പ്രപ്പോസ് ചെയ്തത് ഈ ജെറോം മെക്കാർത്തിയാണ്. ഓക്കെ. അപ്പൊ ഈ നെയിംസിനൊന്നും ഇവിടെ ഇമ്പോർട്ടന്റ് ജെയിംസ് കുള്ളിറ്റൻ, നീൽ ബോർഡൻ എന്നുള്ള പേരിലൊന്നും. ഓക്കെ. അപ്പൊ എന്താണ് മാർക്കറ്റിംഗ് മിക്സും പിന്നെ മാർക്കറ്റിംഗ് മിക്സിന്റെ 4 എലമെന്റ്സും പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, ഇത് ഓരോന്നും ഓരോ ചാപ്റ്റർ ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ഒന്നും പറയുന്നില്ല. അത് ഓരോന്നും എന്താണെന്നും അതിന്റെ ടൈപ്സും ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടല്ലോ.
ഓക്കെ. അപ്പൊ മാർക്കറ്റിംഗ് മിക്സിന്റെ എലമെന്റ്സ് എന്നുള്ളത് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ എന്നുള്ളതാണ്. ഓക്കെ, അറിയില്ല, ഇത് പറയേണ്ട ആവശ്യമില്ല. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി, അതിന്റെ ഡിസൈന്, ഫീച്ചേഴ്സ്, ബ്രാൻഡ് നെയിം, പാക്കേജിങ്, സെയിൽസ്, സർവീസ്, വാറന്റി, റിട്ടേൺസ്, ഈ കാര്യങ്ങളൊക്കെ എന്താണ് ഈ പ്രൊഡക്റ്റിലാണ് നമ്മൾ കൺഫേം ചെയ്യാം. ദെൻ പ്രൈസിലാണ് നമ്മൾ ലിസ്റ്റ് പ്രൈസ്, ഡിസ്കൗണ്ട് പ്രൈസ്, അലവൻസസ്, പേയ്മെന്റ് പീരീഡ്, ക്രെഡിറ്റ് ടേംസ്. പ്രൊമോഷനിലാണെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ, ടൂൾസ് ആൻഡ് ടെക്നിക്സ്, അഡ്വർടൈസിങ്, സെയിൽസ് ഫോഴ്സ്, പബ്ലിക് റിലേഷൻസ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഒക്കെ. ദെൻ ചാനൽസ് പ്ലേസിലാണെങ്കിൽ ചാനൽസ്, കവറേജ്, അസോർട്ട്മെന്റ്, ലൊക്കേഷൻ, ഇൻവെന്ററി, ട്രാൻസ്പോർട്ട്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഈ ഒരു 4 എലമെന്റ്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ലാസ്റ്റ് ഹെഡിങ് ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മാർക്കറ്റിംഗ് മിക്സ് എന്നുള്ളത്. ഈ ഒരു മാർക്കറ്റിംഗ് മിക്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന മാർക്കറ്റിംഗ് ടൂൾസിന്റെ സെറ്റിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫയർ ഇൻപുട്ടിന്റെ കോമ്പിനേഷന്. ഓക്കെ, മാർക്കറ്റിംഗ് ഫയർ ഇൻപുട്സിന്റെ കോമ്പിനേഷൻ നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയും. മാർക്കറ്റിംഗ് മിക്സിന്റെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, പ്ലേസ് എന്നുള്ളതാണ്. 4 P's ആണ്. പേര് മാർക്കറ്റിംഗ് മിക്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ലാസ്റ്റ് ഹെഡിങ് ആണ്. അതിന് ഇന്റേണൽ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യും, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഓർഗനൈസേഷന്റെ കൺട്രോളിൽ വരുന്ന കാര്യങ്ങളാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്നുള്ളത്. വിത്തിൻ ദി ഓർഗനൈസേഷൻസ് ആണ്. ഓർഗനൈസേഷനായിട്ട് ഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ദി ഇന്റേണൽ ഫാക്ടേഴ്സ് എന്നത്. ദെൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ബിയോണ്ട് അവർ ലിമിറ്റ് കൺട്രോൾ ആണ്. നമ്മളെ കൺട്രോളിലല്ലാത്ത ഫാക്ടേഴ്സിനാണ് നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് നോക്കുക. നമ്മൾ മാർക്കറ്റിംഗ് മിക്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഇന്റേണൽ ഫാക്ടേഴ്സ്. ഫസ്റ്റ്, ഒബ്ജക്റ്റീവ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ്. ഓക്കെ, മാക്സിമം പ്രോഫിറ്റ് ചെയ്യാനാണോ, അല്ലെങ്കിൽ എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പോൾ മാർക്കറ്റിംഗിന് ഓരോ ഫേമിന് ഓരോ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അത് നമ്മളെ മാർക്കറ്റിംഗ് മിക്സിനെ അഫക്റ്റ്. ദെൻ പ്രൊഡക്റ്റ് പോളിസി. ഓക്കെ, പ്രൊഡക്റ്റ് പോളിസി, പാക്കേജ് പോളിസി, പ്രൊമോഷൻ പോളിസി, ഡിസ്ട്രിബ്യൂഷൻ പോളിസി, പ്രൈസിംഗ് പോളിസി, മാർക്കറ്റ് സെഗ്മെന്റേഷൻ, പ്ലേസ്. ഓക്കെ, ഇപ്പൊ ഇത്രയും ഇന്റേണൽ ആയിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെ നമ്മൾ ഈ മാർക്കറ്റിംഗ് മിക്സിനെ അഫക്റ്റ് ചെയ്യും. നമ്മളെ പ്രൊഡക്റ്റ് ഏതാണെന്നും അതിന്റെ പ്രൈസിനെയും അതിന്റെ പ്രൊമോഷനെയും അതിന്റെ പ്ലേസിനെയും ഈ ഒരു ഇന്റേണൽ ഫാക്ടേഴ്സ് ഒക്കെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ലാസ്റ്റ് വൺ ആണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നുള്ളത്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്ന കൺസ്യൂമർ ബിഹേവിയർ ആണ്. കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ, ദെൻ കോമ്പറ്റീഷന്, ദെൻ ഇന്റർമീഡിയറീസ്, ഗവൺമെന്റ് പോളിസീസ്. ഈ 4 ഫാക്ടേഴ്സും അതുപോലെ നമ്മളെ മാർക്കറ്റിംഗ് മിക്സിനെ അഫക്റ്റ് ചെയ്യും. കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ, കൺസ്യൂമേഴ്സിന്റെ അവരുടെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡൊക്കെ. ദെൻ കോമ്പറ്റീഷൻ, മാർക്കറ്റിംഗിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോമ്പറ്റീഷൻ. ദെൻ ഇന്റർമീഡിയറീസ്, എത്രത്തോളം മിഡിൽ മാൻ ഉണ്ട് എന്നുള്ളത്. ദെൻ ഗവൺമെന്റ് പോളിസീസ്, ഗവൺമെന്റ് റൂൾസും പോളിസീസും കാര്യങ്ങളൊക്കെ. ഇതും നമ്മളെ മാർക്കറ്റിംഗ് മിക്സിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ട് ഇത്രയും ഫാക്ടേഴ്സ് ആണ് നമ്മളെ മാർക്കറ്റിംഗ് മിക്സിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇന്റേണൽ ഫാക്ടേഴ്സും, സെക്കൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും. ഓക്കെ, ദെൻ ഇപ്പൊ ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ. ഫസ്റ്റ് ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് വരുന്ന എല്ലാ ഹെഡിങ്ങും നമ്മൾ കവർ ചെയ്തിരുന്നു. നമ്മൾ പുതിയ സിലബസിൽ പറയാത്തത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇപ്പം. ഓക്കെ, ദെൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ആയോ? ഫസ്റ്റ് ചാപ്റ്ററിൽ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടോ?